ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടോപ്പിക്കാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ട് കാണും, നമ്മുടെ പുതിയ പാർലമെൻറ്റ് നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്, ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് നിർമ്മാണ പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് ഒരു പാർലമെൻറ്റ് മന്ദിരം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ഒരു പാർലമെൻറ്റ് മന്ദിരം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയൊരു പാർലമെൻറ്റ് മന്ദിരം ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. അത് നിങ്ങളെല്ലാം ടി വിയിലൊക്കെ കണ്ടു കാണും. ഓക്കേനെ, അപ്പോൾ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ഇന്ത്യയുടെ ഫസ്റ്റ് പോയിൻ്റ് അതാണ്. ഇന്ത്യയുടെ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ഇന്ത്യയുടെ പാർലമെൻറ്റ് നിർമ്മാണ പദ്ധതി ആകുന്നു. ക്ലിയർ അല്ലേ? പാർലമെൻറ്റ് മന്ദിരം ഇന്ത്യക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരുന്ന കറൻസി എത്ര രൂപയുടേതായിരുന്നു? ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. 50 രൂപയുടെ കറൻസിയാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. ഓക്കേനെ, 50 രൂപ. ക്ലിയർ അല്ലേ? അപ്പോൾ 50 രൂപയുടെ കറൻസിയുടെ ഇപ്പോഴത്തെ ചിത്രം ചോദിച്ചാൽ, നേരത്തെ അത് പാർലമെൻറ്റ് ചിത്രമായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ചിത്രം എന്താണ്? 50 രൂപയുടെ ചിത്രം ഹംപി ഗ്രൂപ്പ് ഓഫ് മോണ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്മാരകത്തിൻ്റെ ചിത്രമാണ് നിലവിലുള്ളത്. കിട്ടുമല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്താണ്? ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് നിർമ്മാണ പദ്ധതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് പഴയ ഒരു പാർലമെൻറ്റ് മന്ദിരം ഉണ്ടായിരുന്നു. ആ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്തത് എത്ര രൂപയുടെ കറൻസിയിലായിരുന്നു? അത് 50 രൂപയുടെ കറൻസിയിലായിരുന്നു. എന്നാൽ നിലവിൽ 50 രൂപയുടെ കറൻസിയിലെ ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹംപി എന്ന് പറയുന്ന ഹംപി ഗ്രൂപ്പ് ഓഫ് മോണ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സ്മാരകത്തിൻ്റെ ചിത്രമാണ് നിലവിലുള്ളത് എന്ന് നിങ്ങൾ ഓർത്തു വച്ചിരിക്കുക. ക്ലിയർ അല്ലേ പറഞ്ഞ പോയിന്റുകൾ? പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഓക്കെ, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പഴയതിൻ്റെ ആകൃതി വൃത്താകൃതിയായിരുന്നു. ക്ലിയർ അല്ലേ? അതൊന്ന് ഓർത്തു ചെയ്യാം. പഴയതിൻ്റെ പാർലമെൻറ്റ് ആകൃതി വൃത്താകൃതിയായിരുന്നു. ക്ലിയറാണോ? അത്രയും ബേസായിട്ട് ഒന്ന് നിങ്ങൾ ഓർത്തു വച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് അടിക്കാം. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു പറയുക? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് നിർമ്മാണ പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്ത് നമ്മളെന്ന് പറഞ്ഞു 50. ഓക്കെ, ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം എത്ര രൂപയുടെ കറൻസിയിലാണ് ആലേഖനം ചെയ്തിരുന്നത്? എത്ര രൂപയുടെ കറൻസിയിൽ? 50 രൂപയുടെ കറൻസിയിലാണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. രണ്ടാമത്തെ പോയിന്റ്, 50 രൂപ കറൻസിയിലെ നിലവിലെ ചിത്രം എത്രയാണ് എന്ന് ചോദിച്ചാൽ, ഓക്കെ, നിലവിലെ ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ അത് ഹംപി എന്ന് പറയുന്ന സ്മാരകത്തിൻ്റെ ചിത്രമാണ് എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വച്ചിരിക്കുക. വീഡിയോ ഒന്ന് വെർട്ടിക്കലാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ സാറേ? ഓക്കെ ആണോ? അപ്പോൾ അതാണ് 2 പോയിന്റുകളിൽ നമ്മൾ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ തന്നെ? ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ പോയിന്റുകളിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ പഴയ പാർലമെൻറ്റ് മന്ദിരം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്, ഓക്കെ, പഴയ പാർലമെൻറ്റ് മന്ദിരം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് പുതിയൊരു പാർലമെൻറ്റിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് പഴയ പാർലമെൻറ്റ് മന്ദിരം നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഭൂകമ്പ ബാധിത മേഖലയാണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കേസ്, ഇന്ത്യയിലെ പാർലമെൻറ്റിലെ ഓക്കെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന ലോക്സഭാ മെമ്പർമാരെയും രാജ്യസഭാ മെമ്പർമാരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലപരിമിതി അത് പരിഹരിക്കാൻ വേണ്ടി പുതിയ നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ഓക്കെ തീവ്രവാദ ഭീഷണിയാണ് അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിനുണ്ട് എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഈ 3 മെയിൻ റീസൺ കാരണമാണ് പുതിയ ഒരു പാർലമെൻറ്റ് മന്ദിരത്തെ പറ്റി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് പറയുന്ന പദ്ധതിക്ക് രൂപം നൽകിയത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ സെൻട്രൽ വിസ്തയുടെ പുതിയ പോയിന്റുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ പോയിന്റ് നോക്കിയോ, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. ഓക്കെ, പുതിയ പാർലമെൻറ്റ് മന്ദിരം. ഫസ്റ്റ് പോയിന്റ്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ട ദിവസം. ഓക്കെ, ഏതാണ്? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ട ദിവസം. ആ ഡേറ്റ് ഒന്ന് പഠിച്ചു വയ്ക്കൂ. 2020 ഡിസംബർ മാസം 10-ാം തീയതി. കിട്ടോ? ഏതാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം തറക്കല്ലിട്ട ദിവസം? 2020 ഡിസംബർ മാസം 10-ാം തീയതി. പഠിച്ചു വയ്ക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ നോക്കിയോ. ഡിസംബർ 10 എന്ന് പറയുന്ന ദിനം എന്തൊക്കെ പ്രത്യേകതകളാണ്? ഡിസംബർ 10 ദിനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പ്രത്യേകത നോക്കിയോ. ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ ദിനം. നമുക്ക് എല്ലാവർക്കും അറിയാം ദേശീയ മനുഷ്യാവകാശ ദിനം.
ഓക്കെ, ദേശീയ മനുഷ്യാവകാശ ദിനം അത് ഡിസംബർ 10. രണ്ടാമത്തെ പോയിന്റ് നോക്കിയോ, ലോക ഫുട്ബോൾ ദിനം അതും ഡിസംബർ 10. ക്ലിയർ തന്നെ പറഞ്ഞ 2 പോയിന്റുകൾ. അപ്പോൾ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് നിർമ്മാണ പദ്ധതിയാണ്. ഫസ്റ്റ് പോയിന്റ്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ട ദിവസം 2020 ഡിസംബർ മാസം 10-ാം തീയതിയാണ്. ഡിസംബർ മാസം 10-ാം തീയതിയുടെ 2 പ്രത്യേകതകൾ നമ്മൾ പരിചയപ്പെട്ടു. ദേശീയ മനുഷ്യാവകാശ ദിനം, ലോക ഫുട്ബോൾ ദിനം. ആ 2 പോയിന്റുകളാണ് നിങ്ങളവിടെ നിന്ന് ഓർത്തു ചെയ്യേണ്ടതായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സിമ്പിൾ പോയിന്റുകളാണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, നോക്കൂ. 2020 ഡിസംബർ 10 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ഓർത്തു വെച്ചുകൊണ്ട് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിന് തറക്കല്ലിട്ടത് എന്നും കൂടി അവിടെ നിന്ന് കിട്ടണം. ക്ലിയറല്ലേ പറഞ്ഞ പോയിന്റുകൾ? ഓക്കെ, അപ്പോൾ തറക്കല്ലിട്ട് 2020 ഡിസംബർ 10 തറക്കല്ലിട്ട വ്യക്തി ആര്? നരേന്ദ്രമോദി. ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ ദിനം, ലോക ഫുട്ബോൾ ദിനം. കിട്ടുമല്ലോ, സിമ്പിളാണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, ഇതാ നോക്കൂ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി എന്താണ്? ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കുക, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണാകൃതിയാകുന്നു. ക്ലിയർ അല്ലേ? പഴയ പാർലമെൻറ്റ് മന്ദിരം വൃത്താകൃതിയായിരുന്നുവെങ്കിൽ പുതുതായി 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണാകൃതിയാണ്. അതാണ് അടുത്ത പോയിന്റ്. ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ആകൃതി ത്രികോണാകൃതിയാണ്. ക്ലിയർ? ഇതാ നോക്കിയോ. അപ്പോൾ ആകൃതിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട മറ്റ് 2 ആകൃതികൾ കൂടെ പരിചയപ്പെടുത്താം. ഇതോ നോക്കിയോ. യെസ്, എന്നാൽ നോക്കൂ. അടുത്തിടെ മരണപ്പെട്ടു പോയി, നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആരാണ്? ജയലളിത. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജയലളിത എന്ന് പറയും. ജയലളിത. ഓക്കെ, അടുത്തിടെ മരണപ്പെട്ട തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ജയലളിത. ഓക്കെ, ജയലളിതയുടെ സ്മാരകം അടുത്തിടെ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ട്. അത് തമിഴ്നാട്ടിൽ തന്നെയാണ്. തമിഴ്നാട്ടിലെ മറീന ബീച്ചിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ആകൃതി കൂടെ ഒന്ന് പഠിച്ചു വച്ചേക്കുക. അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് അത് നോക്കൂ, ഒരു പക്ഷിയുടെ ആകൃതിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് പക്ഷി? ഇതാ നോക്കൂ, ഫീനിക്സ് പക്ഷിയുടെ മാതൃകയിലാണ് അതിൻ്റെ ആകൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ 2 ആകൃതികളാണ് പരിചയപ്പെട്ടത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ എന്ന് പറയുന്നത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്, ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണാകൃതി, ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സ്മാരകത്തിൻ്റെ ആകൃതി, അത് ഫീനിക്സ് പക്ഷിയുടെ ആകൃതി. അതാണ് 2 ആകൃതികൾ പഠിച്ചത്. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോക്കിയോ, ഇന്ത്യൻ കരസേന. നമ്മൾ കേട്ട് കാണുമല്ലോ, ഇന്ത്യൻ ആർമി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ആർമിക്ക് പുതിയ ഒരു ആസ്ഥാന മന്ദിരം നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ്. കിട്ടുമോ? ഓക്കെ, ഇന്ത്യൻ ആർമിക്ക് പുതിയ ഒരു ആസ്ഥാന മന്ദിരം നിലവിൽ വരാൻ പോവുകയാണ്. ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് ദൽ സേനാ ഭവൻ എന്നാണ്. ഓക്കെ, ദൽ സേനാ ഭവൻ എന്നാണ്. അത് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ് എന്നുകൂടി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് ദൽ സേനാ ഭവൻ, അത് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ് എന്ന് കിട്ടണം. അടുത്ത പോയിന്റ് നോക്കിയോ. ദൽ സേനാ ഭവൻ്റെ ആകൃതി കൂടെ നോക്കാം. ദൽ സേനാ ഭവൻ്റെ ആകൃതി ഉദയ സൂര്യാകൃതിയാണ് എന്ന് കൂടി കിട്ടണം. ഓക്കെ, പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് ഉദയ സൂര്യാകൃതി, അതിൻ്റെ ആകൃതി ഉദയ സൂര്യാകൃതിയാണ് എന്നുകൂടി അവിടെ നിന്ന് കിട്ടണം. കിട്ടോ? അപ്പോൾ 3 ആകൃതിയാണ് പറഞ്ഞത്. ഒന്നാമത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണാകൃതി. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ അടുത്ത 2 പുതിയ ആകൃതി കൂടെ പഠിച്ചത്. രണ്ടാമത്തെ പോയിന്റ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സ്മാരകത്തിൻ്റെ ആകൃതി, അത് ഫീനിക്സ് പക്ഷിയുടെ ആകൃതി. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു, ഏതാണ്? ഇന്ത്യൻ കരസേനയുടെ അല്ലെങ്കിൽ കരസേനാ മന്ദിരത്തിൻ്റെ ആകൃതി എത്രയാണ്? അത് കരസേന മന്ദിരത്തിൻ്റെ ആകൃതി എന്ന് ചോദിച്ചാൽ അത് ഉദയ സൂര്യാകൃതിയാണ്. ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ദൽ സേനാ ഭവൻ എന്നാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ പറഞ്ഞ പോയിന്റുകൾ? സിമ്പിൾ പോയിന്റുകളാണ് എല്ലാം പറഞ്ഞത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് പോവാം. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. തൊട്ട് താഴെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ് എന്നാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ ആകെ വിസ്തീർണം, എത്ര ഏരിയ എടുത്താണ് ഇത് പണിഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദ്യം. സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 64,500 ചതുരശ്ര മീറ്ററാണ്, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയറാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും.
കേട്ടോ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകെ വിസ്തീർണം 64,500 ചതുരശ്ര മീറ്റർ. ക്ലിയർ അല്ലേ? ഈ പാർലമെൻറ്റ് മന്ദിരത്തിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സമ്മേളനങ്ങളല്ലേ. സിമ്പിളായിട്ട് സമ്മേളനങ്ങളാണ്. ലോക്സഭ സമ്മേളിക്കുന്നത് പാർലമെൻറ്റിനുള്ളിലാണ്, രാജ്യസഭ സമ്മേളിക്കുന്നത് പാർലമെൻറ്റിനുള്ളിലാണ്. ക്ലിയർ തന്നെ? ഓക്കെ, ലോക്സഭ, രാജ്യസഭ. ക്ലിയർ. സ്വാഭാവികമായിട്ടും ലോക്സഭ സമ്മേളിക്കുന്ന അവസരങ്ങളിൽ ലോക്സഭാ മെമ്പർമാർക്ക് ഇരിക്കാൻ വേണ്ടിയായിട്ട് സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കണമല്ലോ. സ്വാഭാവികമായിട്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലും അങ്ങനെ സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോക്സഭ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ലോക്സഭ സമ്മേളിക്കുന്ന സമയത്ത് ലോക്സഭാ അംഗങ്ങൾക്ക് ഇരിക്കാനായുള്ള ഇരിപ്പിടങ്ങളുടെ എണ്ണം. ഓക്കെ, അതാണ് അടുത്ത പറയുന്നത്. നോക്കിയോ, ലോക്സഭയിലെ ഇരിപ്പിടങ്ങളുടെ എണ്ണം, ലോക്സഭയിലെ ആ ഇരിപ്പിടങ്ങൾ അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം പഠിച്ചു വയ്ക്കണം, 888. ഓക്കെ, ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 888 സീറ്റാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പുതിയ പാർലമെൻറ്റ് മന്ദിരം. ക്ലിയർ അല്ലേ? തൊട്ട് താഴെ നോക്കിയോ, അവിടെ നോക്കേണ്ട ഒരു പോയിന്റ്, ലോക്സഭ എന്ന് പറഞ്ഞില്ലേ, ലോക്സഭ സമ്മേളിക്കുന്ന ഹാളിൽ 888 സീറ്റുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത് നോക്കിയോ, ലോക്സഭാ ഹാളിൻ്റെ പ്രമേയം എന്താണ്? അതാണ് ചോദ്യം. ഓക്കെ, ലോക്സഭാ ഹാളിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ തീം എന്ന് പറയും. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ലോക്സഭ സമ്മേളിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ ലോക്സഭ സമ്മേളിക്കുന്ന ഹാളിൻ്റെ തീം എന്നുദ്ദേശിക്കുന്നത് ആ ലോക്സഭയുടെ ഹാളിൽ സീറ്റുകൾ എങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, സീറ്റുകൾ എന്തിൻ്റെ ആകൃതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിക്കാം. അപ്പോൾ ലോക്സഭ ഹാളിൻ്റെ പ്രമേയം ഏത് എന്ന് ചോദിച്ചാൽ ലോക്സഭ ഹാളിൻ്റെ പ്രമേയം, യെസ്, ഓർത്തു വെച്ചോളണം, അത് മൈൽ ആണ് എന്ന് ഓർത്തു വെച്ചേക്കാം. ലോക്സഭ ഹാളിൻ്റെ പ്രമേയം മൈലാണ്. ക്ലിയർ അല്ലേ? എന്താണ് മയിലിനെ വയ്ക്കാനുള്ള അല്ലെങ്കിൽ മയിലിൻ്റെ ആകൃതിയിൽ സീറ്റുകൾ അറേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ. അതുകൊണ്ട് മയിലിൻ്റെ ആകൃതിയിലാണ് ലോക്സഭയിലെ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലിയർ തന്നെ ഈ പറഞ്ഞ സെക്ഷനിൽ ഈ പോയിന്റുകൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്, ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം, അതിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ്? 64,500 ചതുരശ്ര മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ വിസ്തീർണം. അവിടെ നമ്മൾ എങ്ങോട്ട് പോയി? പാർലമെൻറ്റിനുള്ളിലാണ് സമ്മേളനങ്ങൾ കൂടുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ ലോക്സഭാ സമ്മേളനങ്ങളിലേക്ക് പോയി. ലോക്സഭാ സമ്മേളനം കൂടുന്ന ആ ഹാളിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം അല്ലെങ്കിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 888 സീറ്റുകളാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലോക്സഭയിലെ ആ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ആകൃതിയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ലോക്സഭയുടെ ഹാളിൻ്റെ പ്രമേയം മൈലാണ് എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? നോക്കൂ, അടുത്ത പോയിന്റ് ഇതേപോലെ രാജ്യസഭ. ഓക്കെ, ഞാൻ പറഞ്ഞു ലോക്സഭയും രാജ്യസഭയും സമ്മേളിക്കുന്നത് ഇതേ പാർലമെൻറ്റിനുള്ളിലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതേപോലെ ലോക്സഭയുടെ കേസ് നമ്മൾ പറഞ്ഞു, ഇത്ര സീറ്റുണ്ട്, ഇന്ന ആകൃതിയിലാണ് സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. തൊട്ട് താഴെ നമ്മൾ പോകുന്നത് രാജ്യസഭ. ഓക്കെ, അപ്പോൾ നോക്കിയോ, രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 384. ഓക്കെ, ലോക്സഭ 888 ആണെങ്കിൽ രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം 384 സജ്ജീകരിച്ചിരിക്കുന്നത് എന്നവിടെ ഓർത്ത് വെച്ചേക്കാം. കിട്ടുമല്ലോ, 384. അടുത്ത നമ്മൾ മറ്റേതിൽ പറഞ്ഞ എന്തായിരുന്നു? ലോക്സഭാ ഹാളിൻ്റെ പ്രമേയം എന്തായിരുന്നു? ലോക്സഭാ ഹാളിൻ്റെ പ്രമേയം എന്തായിരുന്നു? ലോക്സഭാ ഹാളിൻ്റെ പ്രമേയം മൈലായിരുന്നു എങ്കിൽ അതേപോലെ രാജ്യസഭാ ഹാളിൻ്റെ പ്രമേയം. ഓക്കെ, രാജ്യസഭാ ഹാളിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലെ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ആകൃതിയിലാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. രാജ്യസഭാ ഹാളിൻ്റെ പ്രമേയം എന്തായിരുന്നു? അത് താമരയാണ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ലോട്ടസ് എന്ന് നമ്മൾ പറയും. ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര. അതുകൊണ്ട് രാജ്യസഭയിലെ സീറ്റുകൾ അലങ്കരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ആകൃതിയിലാണ്? താമരയുടെ ആകൃതിയിലാണ് എന്ന് കൂടി അവിടെ നിന്ന് നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ 2 എണ്ണം കിട്ടുമോ? ഡീറ്റെയിൽ ആയിട്ട് ആ 4 പോയിന്റുകളൊന്ന് പറയാൻ ശ്രമിക്കൂ. അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ലോക്സഭാ ഹാളിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ മയിലും, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ രാജ്യസഭാ ഹാളിൻ്റെ പ്രമേയം എന്ന് ചോദിച്ചാൽ താമരയും, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ 888, രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ 384 എന്ന് നിങ്ങൾ അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? പറഞ്ഞ പോയിന്റുകൾ സിമ്പിളാണ്, സിമ്പിൾ കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ, ഓക്കെ, എന്താണ്? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ, ഓക്കെ, നോക്കൂ, ഒരു ഡയലോഗാണ് പരിചയപ്പെടുത്തുന്നത്.
ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രം. ഓക്കെ, എന്താണ്? പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു വ്യക്തി വന്നിട്ട് അഭിപ്രായപ്പെട്ടതാണ് ഈ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രമാണ് എന്ന് ഒരു വ്യക്തി അഭിപ്രായപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? പുതിയ പാർലമെൻറ്റ് മന്ദിരം ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ഏത് വ്യക്തിയുടെ? ഇന്ത്യൻ ആണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഇന്ത്യൻ ലോക്സഭാ സ്പീക്കറാണ് എന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഡയലോഗ് പറഞ്ഞാണ് ഇന്ത്യൻ ലോക്സഭാ സ്പീക്കർ, നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? ഓം ബിർളയാണ് എന്നവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ആരാണ്? ഓം ബിർളയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. സെൻട്രൽ വിസ്ത പ്രോജക്റ്റിനെ ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രം എന്ന അവകാശപ്പെട്ട വ്യക്തി ആരാണ്? ഓം ബിർളയാണ്. ഇന്ത്യൻ ലോക്സഭാ സ്പീക്കറാണ്. നിലവിൽ ഇന്ത്യയിൽ എത്രാമത് ലോക്സഭയാണ് പ്രാബല്യത്തിലുള്ളതെന്ന് പറഞ്ഞാൽ 17ാമത് ലോക്സഭയാണ് പ്രാബല്യത്തിലുള്ളത് എന്നുകൂടി നിങ്ങളവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, 17ാമത് ലോക്സഭയാണ് ഇപ്പോൾ നിലവിൽ അധികാരത്തിലുള്ളത് എന്നുകൂടി നിങ്ങളവിടെ നിന്ന് ഓർത്തു ചെയ്യുക. ക്ലിയർലി ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് വരാം. അപ്പോൾ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്താണ്? ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് നിർമ്മാണ പദ്ധതിയാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും പണി തുടങ്ങുന്നതിന് മുമ്പ് തറക്കല്ലിടണം. തറക്കല്ലിട്ട ദിവസം ഞാൻ പരിചയപ്പെടുത്തി. 2020 ഡിസംബർ മാസം 10-ാം തീയതിയാണെന്ന് പറഞ്ഞു. ഡിസംബർ 10-ന് 2 പ്രത്യേകതകളുണ്ട്. ദേശീയ മനുഷ്യാവകാശ ദിനം, രണ്ടാമത് ലോക ഫുട്ബോൾ ദിനം. കിട്ടുമല്ലോ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി എന്താണ്? ആകൃതി ത്രികോണാകൃതിയാണെന്ന് പറഞ്ഞു. ക്ലിയറല്ലേ? ആ ത്രികോണാകൃതിയിൽ നിന്ന് തന്നെയാണ് 2 പുതിയ ആകൃതികളും കൂടെ നമ്മൾ ഓർത്തെടുത്തു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സ്മാരകത്തിൻ്റെ ആകൃതി ചോദിച്ചാൽ അത് ഫീനിക്സ് പക്ഷിയുടെ ആകൃതിയും. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യക്ക് പുതിയ കരസേനയുടെ ആസ്ഥാന മന്ദിരം വരാൻ പോവുകയാണ്. അത് ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ പേര് ദൽസേന ഭവനാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ആകൃതി ഉദയസൂര്യാകൃതിയാണ്. ഈ 2 പോയിന്റുകൾ നമ്മൾ പറഞ്ഞില്ലേ. നേരെ നമ്മൾ ലോക്സഭയിലേക്ക് പോയി. ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം 888. തൊട്ട് താഴെ രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം 384. ലോക്സഭയുടെ ഹാളിൽ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആകൃതി മയിൽ. രാജ്യസഭയിലെ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആകൃതി താമര. കിട്ടും. അവസാനമായിട്ട് പറഞ്ഞു, സെൻട്രൽ വിസ്ത പ്രോജക്റ്റിനെ ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രം എന്ന് അവകാശപ്പെട്ട വ്യക്തി ആരാണ്? അത് ഇന്ത്യൻ ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർളയാണ് എന്നുകൂടി നിങ്ങൾ അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. ആരാണ്? ഓം ബിർള, ലോക്സഭാ സ്പീക്കർ. 17ാമത് ലോക്സഭയാണ് ഇപ്പോൾ നിലവിൽ പ്രാബല്യത്തിൽ ഉള്ളത്. കിട്ടുമല്ലോ. സിമ്പിൾ പോയിന്റുകളാണ് പറഞ്ഞത്. യെസ്, ഇതാ നോക്കിയോ അടുത്ത പോയിന്റ്. അവിടെ നോക്കേണ്ട പോയിന്റ് നോക്കിയോ, ആത്മനിർഭരമായ ഭാരതം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതാ നോക്കിയോ, ആത്മനിർഭരമായ. അപ്പോൾ അവിടെ നോക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇതാ നോക്കൂ, ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുണ്ട്. ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ആത്മനിർഭർ ഭാരത് പദ്ധതി എത്ര മേഖലകളുടെ വികസനത്തിന് വേണ്ടിയുള്ളതാണ്? അതാണ് ചോദ്യം. കിട്ടോ? ആത്മനിർഭർ ഭാരത് പദ്ധതി എത്ര മേഖലകളുടെ വികസനത്തിന് വേണ്ടിയുള്ളതാണ്? ക്ലിയർലി എത്ര മേഖലകളുടെ? 14 മേഖലകളാണ് കേട്ടോ. യെസ്, ഓക്കെ. കേന്ദ്ര സർക്കാർ 14, ഇന്ത്യയിലെ തന്നെ വിവിധ തരത്തിലുള്ള 14 മേഖലയിലുള്ള 14 മേഖലകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? ആത്മനിർഭർ ഭാരത് പദ്ധതി എന്നുകൂടി നിങ്ങൾ അവിടെ നിന്ന് മറന്നു പോകാതെ ഓർത്തു വെച്ചിരിക്കാം. ഓക്കെ, ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രം എന്ന് വിളിച്ചാരാണ്? അത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ക്ലിയറല്ലേ? മാക്സിമം റിപ്പീറ്റ് അടിച്ച് പറയണം കേട്ടോ, അപ്പോഴും ക്ലിയർ ആവും. തൊട്ട് താഴെ അടുത്ത പോയിന്റ് നോക്കൂ. അടുത്ത പോയിന്റ് നമ്മുടെ കേരള നിയമസഭ കേട്ട് കാണുമല്ലോ. കേരള നിയമസഭ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് കയറുന്നത്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. കേരള നിയമസഭയുടെ TV ചാനലിൻ്റെ പേര്. കേരള നിയമസഭയുടെ TV ചാനൽ, അതും കൂടെ ഒന്ന് പഠിക്കണം. കേരള നിയമസഭയുടെ TV ചാനലിൻ്റെ പേര് എല്ലാവർക്കും അറിയാം. അത് നോക്കൂ, സഭാ TV ആണ്. ഓക്കെ, സഭാ TV. കേരള നിയമസഭയുടെ TV ചാനലിൻ്റെ പേര് സഭാ TV എന്നാകുന്നു. അത് ഉദ്ഘാടനം ചെയ്ത ആര്? അതാണ് നമ്മൾ ഇതെന്ന് പഠിക്കാനുള്ള കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കേണ്ട പോയിൻ്റാണ്. കേരള നിയമസഭയുടെ TV ചാനലായ സഭാ TV ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആര്? അതൊന്ന് ഓർത്ത് വെച്ചോ. സഭാ TV ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആര്? അതും നമ്മുടെ ഓം ബിർളയായിരുന്നു, ലോക്സഭാ സ്പീക്കർ. ഓക്കെ, ലോക്സഭാ സ്പീക്കർ. അതാണ് മനസ്സിലാക്കട്ടെ കേട്ടോ. ഓം ബിർള ലോക്സഭാ സ്പീക്കറാണ്, അതും ഉദ്ഘാടനം ചെയ്ത്. പിണറായി വിജയൻ എന്നൊക്കെ ഓപ്ഷന് കണ്ടാൽ കുത്താനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ സാധ്യതയുണ്ട്. അങ്ങനെ വരരുത്. കേരള നിയമസഭയുടെ TV ചാനലായ സഭാ TV ഉദ്ഘാടനം ചെയ്ത് ഓം ബിർളയാണ്, ലോക്സഭാ സ്പീക്കറാണ്.
കിട്ടുമല്ലോ യെസ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഓർത്ത് വെച്ചോ. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയുടെ പേര്. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയുടെ പേര്. അതാണ് അടുത്ത ചോദ്യം പഠിക്കേണ്ടത്. ഔദ്യോഗിക വാർത്താപത്രികയുടെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അതൊന്ന് ഓർത്ത് വയ്ക്കൂ. അറിവോരം. ഓക്കെ, ഔദ്യോഗിക വാർത്താപത്രികയുടെ പേരെന്താണ്? അറിവോരമാണ് എന്നവിടെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഔദ്യോഗിക വാർത്താപത്രിക അറിവോരം. ഔദ്യോഗിക ചാനൽ ചോദിച്ചാൽ സഫ TV. കിട്ടുമല്ലോ. ആ ക്വസ്റ്റ്യൻസ് കൂടെ അതുമായിട്ട് കണക്ട് ചെയ്യുമെന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതാ നോക്കൂ അടുത്ത പോയിന്റ് 2023 ക്ലിയർ തന്നെ. 2023 മെയ് മാസം 22-ാം തീയതി. ഓക്കെ, 2023 മെയ് മാസം 22-ാം തീയതി കേരള നിയമസഭ നിലവിൽ വന്നതിൻ്റെ അല്ലെങ്കിൽ കേരള നിയമസഭാ മന്ദിരം നിലവിൽ വന്നതിൻ്റെ എത്രാമത് വാർഷികമാണ് ആചരിച്ചത്? അടുത്ത ചോദ്യമാണ്, പഠിച്ചു വെച്ചോണം. ഓക്കെ, കേരള നിയമസഭ മന്ദിരം നിലവിൽ വന്നതിൻ്റെ എത്രാമത് വാർഷികമാണ് 2023 മെയ് മാസം 22-ാം തീയതി ആചരിച്ചത്? അടുത്ത ചോദ്യം അതിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മുടെ സെൻട്രൽ വിസ്തയിൽ നിന്നുള്ള കണക്ട് ചെയ്തുള്ള പോയിന്റുകളാണ്. ഓക്കെ, എത്രാമത് വാർഷികമാണ് ആചരിച്ചത്? കേരള നിയമസഭാ മന്ദിരം, പുതിയ കേരള നിയമസഭാ മന്ദിരം നിലവിൽ വന്ന വർഷം എന്നാണ്. അത് നിങ്ങൾ ഇവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. അത് 1998 മെയ് മാസം 22-ാം തീയതി ആയിരുന്നു കേരളയുടെ പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന മലയാളി കൂടിയായിട്ടുള്ള കോട്ടയം മുഴവൂർ സ്വദേശിയായിട്ടുള്ള KR നാരായണനാണ് അത് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. KR നാരായണനാണ് കേരള നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ 1998 ഇപ്പം ആചരിച്ചു 2023 മെയ് 22. അപ്പോൾ എത്ര വർഷം പൂർത്തിയായെന്ന് ചോദിച്ചാൽ 25 വർഷം പൂർത്തിയായി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ 2023 മെയ് മാസം 22-ാം തീയതി കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ എത്രാമത് വാർഷികമാണ് ആചരിച്ചത് എന്ന് ചോദിച്ചാൽ എത്രാമത് വാർഷികമാണ്? 25 വർഷം പൂർത്തിയായി. ദിവസം ഓർത്ത് വെച്ചേക്കുക. 2023 മെയ് മാസം 22-ാം തീയതി. ക്ലിയർ അല്ലേ? മെയ് മാസം 22-ാം തീയതി ഒരു പ്രത്യേകത ഉണ്ട്, കേട്ടിട്ടുണ്ടോ? മെയ് മാസം 22-ാം തീയതി ലോക എന്ത് ദിനമാണ്? ജൈവ വൈവിധ്യ ദിനം കൂടെയാണ്. മെയ് 22 എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. ലോക ജൈവ വൈവിധ്യ ദിനമാണ് മെയ് മാസം 22-ാം തീയതി. ക്ലിയർ അല്ലേ? കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ 25-ാമത് വാർഷികം ആചരിച്ച ദിവസം 2023 മെയ് മാസം 22-ാം തീയതി. കിട്ടുമല്ലോ. അടുത്തൊരു പോയിന്റ് അതിൽ നിന്ന് തന്നെ നോക്കിയോ. 2023 മെയ് 22 25-ാമത് വാർഷികം ആചരിച്ചല്ലോ. കേരള നിയമസഭയുടെ 25-ാമത് വാർഷിക ആഘോഷങ്ങളുടെ മുഖ്യ അതിഥി ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, 25-ാമത് വാർഷികാഘോഷങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നോക്കൂ. ഒരാളുടെ പേര് ഞാൻ എഴുതാം. ആളുടെ സുപരിചിതനാണോ നോക്കൂ. ജഗദീപ് ധൻഖർ. ഓക്കെ, ആരാണ്? ജഗദീപ് ധൻഖർ. ജഗദീപ് ധൻഖർ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ എന്ന് അവിടെ നിന്ന് കിട്ടണം. ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റ്. ഓക്കെ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റാണ് ജഗദീപ് ധൻഖർ. ക്ലിയർലി ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സെൻട്രൽ വിസ പ്രോജക്റ്റ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞത് ഓം ബിർല ലോക്സഭാ സ്പീക്കറാണെന്ന് പറഞ്ഞു. ഇതേ ലോക്സഭാ സ്പീക്കറാണ് കേരള നിയമസഭയുടെ TV ചാനലായിട്ടുള്ള സഫ TV ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞു. കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ എത്രാമത് വാർഷികം ആണ് 2023 മെയ് മാസം 22-ാം തീയതി ആചരിച്ചത്? 25-ാമത് വാർഷികമാണെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ എങ്ങോട്ട് പോയി? കേരള നിയമസഭയുടെ 25-ാമത് വാർഷികാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് ജഗദീപ് ധൻഖർ ആയിരുന്നു. ഓക്കെ, ജഗദീപ് ധൻഖർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റാണ് എന്നുകൂടി നിങ്ങൾ അവിടെ നിന്ന് ഓർത്ത് വെച്ചിരിക്കും. ക്ലിയർ അല്ലേ പോയിന്റുകൾ? അടുത്തത് ശ്രദ്ധിച്ചു. അടുത്ത പോയിന്റ് ജഗദീപ് ധൻഖർ. അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. നോക്കിയോ, ജഗദീപ് ധൻഖർ കേട്ടിട്ടുണ്ടോ? ജഗദീപ് ധൻഖർ കേരളത്തിൽ വന്നു. ഇതിനാണല്ലോ കേരള നിയമസഭയുടെ 25-ാമത് വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്തത്. ജഗദീപ് ധൻഖറിൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ടീച്ചറിനെ വിസിറ്റ് ചെയ്യുകയുണ്ടായി. ജഗദീപ് ധൻഖർ ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണെന്ന് ചോദിച്ചാൽ കേട്ടു കാണുമല്ലോ. ജഗദീപ് ധൻഖർ രാജസ്ഥാൻ സ്വദേശിയാകുന്നു എന്ന് കൂടി നിങ്ങൾ അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ജഗദീപ് ധൻഖർ രാജസ്ഥാൻ സ്വദേശിയാണ്. അപ്പോൾ ഓർക്കേണ്ട പോയിന്റ്, ജഗദീപ് ധൻഖറെ അല്ലെങ്കിൽ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ രാജസ്ഥാനിലെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപിക മലയാളിയാണ്. ആ വ്യക്തിയുടെ സ്ഥലം കണ്ണൂരാണ് എന്ന് കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. എന്താണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റ് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറിൻ്റെ തിരുപോലെ ജഗദീപ് ധൻഖറിൻ്റെ അധ്യാപിക. ഓക്കെ, മലയാളിയാണ്.
ഓക്കെ, ഇവിടെ കണ്ണൂർ സ്വദേശിയാണ്, മലയാളിയാണ്, അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നിയമസഭയുടെ 25ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജഗതി ധൻഖർ കേരളത്തിൽ വന്ന സമയത്ത് തൻ്റെ അധ്യാപികയും കാണാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ പോയിട്ടുണ്ടായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്, കിട്ടുമല്ലോ. അപ്പോൾ ജഗതി ധൻഖർ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിൽ പോയി സന്ദർശിച്ച അദ്ദേഹത്തിൻ്റെ ടീച്ചറുടെ പേര് അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളണം. ടീച്ചറുടെ പേര് രത്ന നായർ ആണ് എന്ന് കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ടീച്ചറുടെ പേര് രത്ന നായർ. ജഗദീപ് ധൻഖർ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റിൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് അദ്ദേഹം വിസിറ്റ് ചെയ്ത അല്ലെങ്കിൽ സന്ദർശിച്ച അല്ലെങ്കിൽ കണ്ട അദ്ദേഹത്തിൻ്റെ ടീച്ചറുടെ പേരെന്താണ്? ടീച്ചറുടെ പേര് രത്ന നായർ എന്നാണ്. സ്ഥലം ചോദിച്ചാൽ എവിടെയാണ്, ഏത് ജില്ലയിലാണ് സ്ഥലം? കണ്ണൂർ സ്വദേശിയാണ് എന്ന് അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കാം. കിട്ടുമല്ലോ, ഏതാണ്? കണ്ണൂർ സ്വദേശി ആകുന്നു. അത്രയും ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. നേരെ നമ്മൾ വീണ്ടും സെൻട്രൽ വിസ്തയിലോട്ട് തന്നെ തിരിച്ചു വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റും അതുമായിട്ട് കണക്ട് ചെയ്ത് വേറെ മേഖലകളിലോട്ട് നമ്മൾ കയറും. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞത്. കിട്ടുമല്ലോ. നേരെ നമ്മൾ സെൻട്രൽ വിസ്തയിലോട്ട് തന്നെ കയറുകയാണ്. സെൻട്രൽ വിസ്തയുടെ അടുത്ത പോയിന്റ്, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ മാതൃക അല്ലെങ്കിൽ അത് രൂപകൽപ്പന ചെയ്തത് ആരാണ് അല്ലെങ്കിൽ ഏത് കമ്പനിയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആര് എന്നാണ്, അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണ് എന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം ചോദിച്ചാൽ HCP ഡിസൈൻ. ഓക്കെ, HCP ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന സ്ഥാപനമാണ്. HCP ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഗുജറാത്തിലെ, ഓക്കെ, ഗുജറാത്ത് GJT ഗുജറാത്താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. കിട്ടുമല്ലോ. എന്തൊക്കെയാണ് പറഞ്ഞത്, ഏതൊക്കെയാണ് നോക്കൂ. ഏതാണ്? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മാതൃക അല്ലെങ്കിൽ അത് രൂപകൽപ്പന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ HCP ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദാണ് എന്ന് കൂടി നിങ്ങൾ അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ. തൊട്ട് താഴെ നോക്കിയോ, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ആര് എന്ന് എടുത്ത് ചോദിച്ചാൽ, ഓക്കെ, ഇതിൻ്റെ ശില്പി ആര് എന്നെടുത്ത് ചോദിച്ചാൽ, ഓക്കെ, ആ പേരും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ശില്പി ആര് എന്ന് ചോദിച്ചാൽ എൻ്റെ ശില്പി ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ നോക്കൂ, ബിമൽ. ഓക്കെ, ശില്പി ബിമൽ ബിമൽ ഹസ്മുഖ് പട്ടേലാണ് എന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഏതാണ്? ബിമൽ ഹസ്മുഖ് പട്ടേൽ അല്ലെങ്കിൽ ബിമൽ പട്ടേലാണ് എന്നുകൂടി നിങ്ങളവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. ലാസ്റ്റ് ഒരു പോയിന്റ് അതുകൂടെ പറഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് പറഞ്ഞു തരാം. ലാസ്റ്റ് പോയിന്റ് കൂടെ നോക്കിയോ. യെസ്, അപ്പോൾ രൂപകൽപ്പന ചെയ്തത് HCP ഡിസൈൻ, ശില്പി ആരെന്ന് ചോദിച്ചാൽ ബിമൽ ഹസ്മുഖ് പട്ടേൽ. അവസാനമായിട്ട് നോക്കിയോ, മന്ദിരത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ചത്. ഓക്കെ, മന്ദിരത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ചത് ആര് എന്ന് ചോദിച്ചാൽ, നിർമ്മാണ ചുമതല വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ നിർമ്മാണ ചുമതല വഹിച്ചത് ആര്? നിർമ്മാണ ചുമതല വഹിച്ചത് നോക്കിയോ, ടാറ്റയാണ്. ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ് എന്നുകൂടി ഒന്ന് ഓർത്തു വച്ചിരിക്കുക. ഓക്കെ, ഏതാണ്? ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ് എന്നുകൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങളൊന്ന് കൂടെ എൻ്റെ കൂടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതായിരുന്നു, എന്താണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്? അതായത് നമ്മൾ ചോദ്യം എന്താണ്? ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് നിർമ്മാണ പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യക്ക് പുതിയ പാർലമെൻറ്റ് മന്ദിരം നിലവിൽ വന്നു കഴിഞ്ഞ ഒരു ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞു. അത് നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ് നമ്മൾ പറഞ്ഞത്. കിട്ടുമല്ലോ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ട ദിവസം 2020 ഡിസംബർ മാസം 10-ാം തീയതി. കിട്ടോ, 2020 ഡിസംബർ മാസം 10-ാം തീയതി. ഡിസംബർ 10-ൻ്റെ പ്രത്യേകതകൾ, 2 പ്രത്യേകതകൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ദേശീയ മനുഷ്യാവകാശ ദിനം, അത് ഡിസംബർ 10. മറ്റൊന്നുകൂടി പറഞ്ഞു, എന്താണ് ഡിസംബർ 10-ൻ്റെ മറ്റൊരു പ്രത്യേകത? ലോക ഫുട്ബോൾ ദിനം. അത് ചോദിച്ചാലും ഡിസംബർ 10 നമ്മൾ ഓർത്തെടുത്തു. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് ആകെ വിസ്തീർണം എത്രയാണ് നമ്മൾ പറഞ്ഞു? ആ നമ്പറുകൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകെ വിസ്തീർണം 64,500 മീറ്റർ സ്ക്വയർ. ആ നമ്പർ ഓർത്തോളണേ, 64,500 മീറ്റർ സ്ക്വയർ വിസ്തീർണത്തിലാണ് പണിയെഴുതിച്ചിരിക്കുന്നത്. തൊട്ട് താഴെ നമ്മൾ പറഞ്ഞു, ലോക്സഭ സമ്മേളിക്കുന്നത് രാജ്യസഭ സമ്മേളിക്കുന്നത് രണ്ടും ഈ പാർലമെൻറ്റ് മന്ദിരത്തിനുള്ളിലാണ്. ലോക്സഭയിലെ ഇരിപ്പിടങ്ങളുടെ എണ്ണം, ആ നമ്പരും അടുത്തത് ഒന്നുകൂടെ ഓർമ്മിച്ചെടുത്തോ, 888.
കിട്ടുമല്ലോ. ലോക്സഭയുടെ ഹാളിൻ്റെ പ്രമേയം അല്ലെങ്കിൽ ലോക്സഭയിലെ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആകൃതി എന്താണ്? ആ ലോക്സഭ സീറ്റിൻ്റെ ആകൃതി മയിലായിരുന്നു എന്ന് പറഞ്ഞു. മയിൽ കിട്ടുമല്ലോ. യെസ്. നേരെ നമ്മൾ രാജ്യസഭയിലേക്ക് പോയി. രാജ്യസഭയുടെ സീറ്റുകളുടെ എണ്ണം എത്രയായിരുന്നു? ഓർത്തെടുക്കൂ, 384. രാജ്യസഭയുടെ സീറ്റുകളുടെ ആകൃതി അല്ലെങ്കിൽ പ്രമേയം എന്താണ്? പ്രമേയം താമരയാണ് എന്നുകൂടി നമ്മൾ പറഞ്ഞു. കിട്ടുമല്ലോ. ഇത്രയും പോയിന്റ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞു. പിന്നെ നമ്മൾ എങ്ങോട്ട് പോയി? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന വേളയിൽ ഒരാൾ ആ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് അല്ലെങ്കിൽ ആ മന്ദിരത്തെ പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രം എന്ന് അഭിപ്രായപ്പെട്ടു. ആ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? അത് ഓം ബിർളയായിരുന്നു. ആ പേര് മറന്നു പോകരുതേ, ഓം ബിർളയാണ് എന്ന് പറഞ്ഞു. ഓം ബിർള ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കറാണ് അദ്ദേഹം എന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. 17ാമത് ലോക്സഭയാണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത് എന്നുകൂടി നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു സെൻട്രൽ വിസ്ത എന്ന് പറഞ്ഞു. ഓം ബിർളയുടെ കേസ് പറഞ്ഞു. ഓം ബിർളയ്ക്ക് അഭിപ്രായപ്പെട്ടതുണ്ട്. അതിനാണ് നമ്മൾ പഠിച്ചത് കേന്ദ്ര സർക്കാരിനെ തന്നെ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു പദ്ധതിയെ പറ്റി പഠിച്ചു. ഓക്കെ, ആത്മനിർഭർ ഭാരത് പദ്ധതി എത്ര മേഖലകളുടെ വികസനത്തിന് വേണ്ടിയുള്ളതാണ്? എത്ര മേഖലകളുടെ നമ്മൾ പറഞ്ഞല്ലോ? എത്ര മേഖല? യെസ്, 14 മേഖലകളുടെ വികസനത്തിന് വേണ്ടിയുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എങ്ങോട്ട് പോയി? ഓം ബിർളയാണ് കേരളത്തിലൊരു സംഭവം ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞു. എന്താണ്? കേരള നിയമസഭയുടെ TV ചാനലായിട്ടുള്ള സഭാ TV ഉദ്ഘാടനം ചെയ്തത് ഓം ബിർളയാണ് കേട്ടോ. അത് വീഡിയോ കോൺഫറൻസിങ് വഴിയായിരുന്നു ആ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതും ഓം ബിർളയായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയുടെ പേര് എന്താണ് നമ്മൾ പരിചയപ്പെട്ടു. അത് അറിവോരമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങളൊന്ന് ക്ലിയറാക്കി വെച്ചേക്കുക. പിന്നെ നമ്മൾ എങ്ങോട്ട് പോയി? പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മന്ദിരം. പിന്നെ നമ്മൾ നിയമസഭയുടെ പോയിന്റ് പറയും. നിയമസഭയുടെ TV ചാനൽ സഭാ TV ആണെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നിയമസഭയിലേക്ക് കയറി. കേരള നിയമസഭയുടെ എത്രാമത് വാർഷികമാണ് 2023 മെയ് മാസം 22-ാം തീയതി ആചരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. അത് എത്രാമത്? 25 വർഷം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞു. കേരള നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള KR നാരായണനാണെന്ന് പരിചയപ്പെടുത്തി. ഇപ്പോൾ 25 വർഷം പൂർത്തിയാക്കി എന്ന് ഞാൻ പറഞ്ഞു. 25 വർഷത്തിൻ്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ജഗദീപ് ധൻഖറാണെന്ന് പറഞ്ഞു. ജഗദീപ് ധൻഖർ ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെത്തുകയും അദ്ദേഹം കണ്ണൂർ ജില്ലയിലേക്ക് പോവുകയും തന്നെ രാജസ്ഥാനിലെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപികയെ കാണുകയും ചെയ്തെന്ന് പറഞ്ഞു. ടീച്ചറുടെ പേര് രത്ന നായരാണെന്ന് നമ്മൾ പറഞ്ഞു. രത്ന നായർ കണ്ണൂർ സ്വദേശിയാണെന്ന് നമ്മൾ പറഞ്ഞു. യെസ്. പിന്നെ നമ്മൾ എങ്ങോട്ട് പോയി? പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് HCP ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് HCP എന്നോർത്ത് വെച്ചേക്കുക. പിന്നെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ ബിമൽ ഹസ്മുഖ് പട്ടേൽ അല്ലെങ്കിൽ ബിമൽ പട്ടേലാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അവസാനമായിട്ട് നിർമ്മാണ ചുമതല വഹിച്ചത് ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ് എന്നുകൂടി അവിടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഏതാണ്? ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ് നിർമ്മാണ ചുമതലകൾ വഹിച്ചത്. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ നോക്കിയോ, ടാറ്റയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത പോയിന്റുകൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ടാറ്റ. ഓക്കെ, അതാ നോക്കിയോ, ടാറ്റ കേരളത്തിൽ നിർമ്മിച്ച് നൽകിയ കോവിഡ് ഹോസ്പിറ്റൽ എവിടെയാണ് നിലവിൽ വന്നത് എന്നാണ് നമ്മുടെ ചോദ്യം അടുത്തത്. കിട്ടോ? ഏതാണ്? ടാറ്റ. അറിയാവുന്ന നിർമ്മാണ കമ്പനികളാൽ ടാറ്റ കേരളത്തിലൊരു കോവിഡ് ഹോസ്പിറ്റൽ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അത് എവിടെയാണ് അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് നിർമ്മിച്ച് നൽകിയത് എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. കോവിഡ് ഹോസ്പിറ്റൽ നിർമ്മിച്ച സ്ഥലം ചോദിച്ചാൽ കാസർഗോഡാണ്. ഓക്കെ, കാസർഗോഡാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ടാറ്റ കോവിഡ് ഹോസ്പിറ്റൽ നിർമ്മിച്ച് നൽകിയ സ്ഥലം ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ കോവിഡ് ഹോസ്പിറ്റൽ കണക്ട് ചെയ്ത് രണ്ടെണ്ണം കൂടെ അവിടെ നിന്ന് പഠിച്ചു വെച്ചോ. കേരളത്തിലെ ആദ്യത്തെ കേരള പോലീസിന് വേണ്ടിയുള്ള കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കണക്ട് ചെയ്ത് അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. കേരള പോലീസിന് വേണ്ടിയുള്ള കോവിഡ് ഹോസ്പിറ്റൽ വന്നത് കൊച്ചിയിലാണ്. ഓക്കെ, എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ് ടാറ്റ കോവിഡ് ഹോസ്പിറ്റൽ അല്ല, കേരള പോലീസിന് വേണ്ടിയുള്ള കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഓർത്ത് വെച്ചോ. കേരളത്തിലെ ആദ്യത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്നത് എവിടെയാണ്? അത് അമ്മന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താകുന്നു. അമ്മന്നൂർ ഏത് ജില്ലയിലാണ്? അമ്മന്നൂർ കോട്ടയം ജില്ലയിലാണ് എന്നുകൂടി അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കാം. കേട്ടോ, അമ്മന്നൂർ കോട്ടയം ജില്ല.
ക്ലിയർ തന്നെ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് നോക്കൂ. ടാറ്റ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ചത് ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത 3 ക്വസ്റ്റ്യൻ അങ്ങ് പഠിച്ചെടുത്തു. ടാറ്റ കേരളത്തിൽ നിർമ്മിച്ച് നൽകിയ കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയുടെ? കാസർഗോഡ് ജില്ല. കേട്ടോ, കാസർഗോഡ് ജില്ലയാണെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ അടുത്ത കോവിഡ് ഹോസ്പിറ്റൽ പഠിച്ചു. കേരളത്തിൽ തന്നെ കേരള പോലീസിന് വേണ്ടി ഒരു കോവിഡ് ഹോസ്പിറ്റൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഓർത്തു വെച്ചേക്കുക. അത് എറണാകുളം ജില്ലയിലെ കൊച്ചിയാണ്. അത് 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പോയിന്റ്, കേരളത്തിൽ കുട്ടികൾക്കായുള്ള ഒരു കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്നിട്ടുണ്ട്. അത് അമ്മന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അമ്മന്നൂർ കോട്ടയം ജില്ലയിലാണ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കാം. കിട്ടുമല്ലോ. അപ്പോൾ 3 കോവിഡ് ഹോസ്പിറ്റൽ: ടാറ്റ കോവിഡ് ഹോസ്പിറ്റൽ കാസർഗോഡ്, കേരള പോലീസ് കോവിഡ് ഹോസ്പിറ്റൽ കൊച്ചി, എറണാകുളം, അവസാനം കുട്ടികൾക്കായുള്ള കോവിഡ് ഹോസ്പിറ്റൽ അമ്മന്നൂർ കോട്ടയം. ആ 3 പോയിന്റ് കൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കാം. ക്ലിയർലേ? നമ്മൾ വീണ്ടും സെൻട്രൽ വിസ്റ്റയിലേക്ക് കയറുകയാണ്. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ ഏകദേശം തറക്കല്ലിട്ടു, ഏകദേശം പണി പൂർത്തിയായി, നേരെ വന്നു. അവസാനം പിന്നെ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലത്ത് വിരിക്കാൻ. ഓക്കെ, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലത്ത് അല്ലെങ്കിൽ തറയിൽ, ഓക്കെ, നിലത്ത് വിരിക്കാൻ ഉപയോഗിക്കുന്ന പരവതാനിയുടെ പേര് ഫ്ലോർ മാറ്റ്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിലത്ത് വിരിക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലോർ മാറ്റിൻ്റെ പേര് ഫ്ലോർ മാറ്റ്. ഓക്കെ, ഫ്ലോർ മാറ്റ്, തറയിൽ വിരിക്കാൻ ഉപയോഗിക്കുന്ന പരവതാനിയുടെ പേര്. അതും കൂടെ ഒന്ന് പഠിച്ചു ചോളണം. പരവതാനിയുടെ പേരെന്ന് പറയുന്നത് കാൽ ബാഫി എന്ന പരവതാനിയാണ്. ഏതാണ് പരവതാനിയുടെ പേര്? കാൽ ബാഫി പരവതാനി. ഉപയോഗിക്കുന്ന പരവതാനി കാൽ ബാഫി എന്ന് പറയുന്ന പരവതാനിയാണ്. അവിടെ നിന്ന് ഓർക്കേണ്ട ഒരു പോയിന്റ്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലത്ത് വിരിക്കാൻ ഉപയോഗിക്കുന്ന കാൽ ബാഫി പരവതാനി നിർമ്മിച്ച് നൽകുന്ന സംസ്ഥാനം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. കിട്ടോ? അടുത്ത പോയിന്റ് എന്താണ്? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലത്ത് വിരിക്കാൻ ഉപയോഗിക്കുന്ന കാൽ ബാഫി പരവതാനി നിർമ്മിച്ച് നൽകുന്നത് ഏത് സംസ്ഥാനക്കാരാണ്, അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുള്ളവരാണ്, ഏത് കേന്ദ്രഭരണ പ്രദേശത്ത് നിന്നുള്ളവരാണ്? അപ്പോൾ നിങ്ങൾ പഠിക്കണം, കാൽബാഫി നിർമ്മിച്ച് നൽകുന്നത് ജമ്മു കാശ്മീരാണ് എന്ന് കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നിർമ്മിച്ച് നൽകുന്നത് ജമ്മു കാശ്മീരാണ് ഇത് നിർമ്മിച്ച് നൽകുന്നത്. ക്ലിയർ അല്ലേ? നിലത്തിരിക്കാൻ ഉപയോഗിക്കുന്ന പരവതാനി ജമ്മു കാശ്മീർ. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. പുതിയ പാർലമെൻറ്റ് മന്ദിരം അപ്പോൾ പണി ഏകദേശമായി. നിലത്ത് കാൽബാഫി പരവതാനി വിരിച്ചു. അത് കഴിഞ്ഞ് പുറത്ത് വന്ന് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിലേക്ക് നോക്കിയപ്പോൾ, ഓക്കെ, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂര. ഓക്കെ, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിലേക്ക് നോക്കിയപ്പോൾ മേൽക്കൂര വളരെ ഒഴിഞ്ഞ നിലയിൽ കാണപ്പെട്ടു. ക്ലിയർലേ? അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മോടി കൂട്ടാൻ അല്ലെങ്കിൽ ഭംഗി കൂട്ടാൻ വേണ്ടിയായിട്ട് അടുത്തിടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ കേന്ദ്ര സർക്കാർ ഒരു സംഭവം സ്ഥാപിച്ചു. എന്താണ്? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ അടുത്തിടെ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഓർത്തു വെച്ചേക്കുക. അത് ഇന്ത്യയുടെ ഔദ്യോഗിക മുദ്രയായിട്ടുള്ള സിംഹമുദ്രയാണ് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഔദ്യോഗിക മുദ്രയായിട്ടുള്ള സിംഹമുദ്രയാണ് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചത് എന്നുകൂടി അവിടെ നിന്ന് കിട്ടുമല്ലോ. ക്ലിയറല്ലേ? സിംഹമുദ്ര പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ. സിംഹമുദ്ര നിങ്ങൾ കണ്ടു കാണും. ഏതാണ്? ആ 4 സിംഹങ്ങൾ 4 ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന, പുറംതിരിഞ്ഞ് 4 ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന അറിയാമല്ലോ, കണ്ടു കാണും. അതാണ് സിംഹമുദ്ര എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക മുദ്ര കൂടെയാണ് സിംഹമുദ്ര. അപ്പോൾ അതാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ അടുത്തിടെ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അവിടെ പഠിക്കേണ്ട പോയിന്റ്, മേൽക്കൂരയിൽ ആ സിംഹമുദ്ര സ്ഥാപിച്ച ദിവസം എന്നാണ്. ആ വർഷം, മാസം, തീയതി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. തറക്കല്ലിട്ടത് 2020 ഡിസംബർ 10 എങ്കിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ ദേശീയ മുദ്ര സ്ഥാപിച്ച ദിവസം എന്നാണെന്ന് ചോദിച്ചാൽ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അത് 2022 ജൂലൈ മാസം 11 ആയിരുന്നു. ഓക്കെ, 2022 ജൂലൈ മാസം 11 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ സിംഹമുദ്ര സ്ഥാപിച്ചത്. അതാണ് പഠിക്കേണ്ടത്. കിട്ടുമല്ലോ. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. സിംഹമുദ്രയുടെ ഉയരം എത്രയായിരുന്നു? ഓക്കെ, മേൽക്കൂരയിൽ കൊണ്ടുവച്ച ആ സിംഹമുദ്രയ്ക്ക് എത്ര ഉയരമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. എത്ര മീറ്റർ ഉയരം? 6.5 മീറ്റർ ഉയരം. കേട്ടോ, 6.5 മീറ്റർ ആയിരുന്നു സിംഹമുദ്രയുടെ ഉയരം. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കിട്ടുമല്ലോ. തൊട്ട് താഴെ അതിൻ്റെ ഭാരം എത്രയായിരുന്നു? ഓക്കെ, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ച സിംഹമുദ്രയുടെ ഭാരം എത്ര കിലോഗ്രാം ആയിരുന്നു എന്ന് വെച്ചാൽ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. അത് 9500 കിലോഗ്രാം ആയിരുന്നു അതിൻ്റെ ഭാരം എന്നുകൂടി ഓർത്ത് വെച്ചേക്കുക. ഏതാണ്? 9500 കിലോഗ്രാം ആയിരുന്നു അതിൻ്റെ ഭാരം എന്നുകൂടി നിങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകാൻ ഓർത്ത് വെച്ചേക്കുക. കിട്ടുമല്ലോ. അപ്പോൾ സിംഹമുദ്രയുടെ പോയിന്റ് മാത്രം നമുക്കൊന്ന് ഓർത്തെടുക്കാം. കിട്ടുമല്ലോ. അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഫ്ലോർ മാറ്റ് മേടിച്ചിട്ടതിന് ശേഷമുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. ഫ്ലോർ മാറ്റ് വാങ്ങി സെറ്റ് ചെയ്തു. ഫ്ലോർ മാറ്റിൻ്റെ പേര് കാൽബാഫി എന്ന് പറയുന്ന പരവതാനിയാണ്. അത് ജമ്മു കാശ്മീരാണ് നിർമ്മിച്ചു കൊടുക്കുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞു നിർത്തി.
അവിടെ നിന്നാണ് നമ്മൾ പോയത്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ അടുത്തിടെ കേന്ദ്ര സർക്കാർ എന്താണ് സ്ഥാപിച്ചത്? ഇന്ത്യയുടെ ഔദ്യോഗിക മുദ്രയായിട്ടുള്ള സിംഹമുദ്രയാണ് അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അത് സിംഹമുദ്രയുടെ ഉയരം എത്ര മീറ്ററാണ്? ഉയരം എന്ന് പറയുന്നത് എത്ര? 6.5 മീറ്ററാണ് അതിൻ്റെ ഉയരം. അതിൻ്റെ ആകെ ഭാരം എത്രയാണെന്ന് വെച്ചാൽ 9500 കിലോഗ്രാമാണ് അതിൻ്റെ ഭാരം എന്നുകൂടി നിങ്ങളവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. കിട്ടുമല്ലോ? യെസ്, അത്രയും സ്ഥാപിച്ചു. അത് സ്ഥാപിച്ച ദിവസം പറഞ്ഞു ഓർത്ത് വെച്ചോളണം. 2022 ജൂലൈ മാസം 11-ാം തീയതിയാണ് അതവിടെ സ്ഥാപിച്ചത് എന്നുകൂടി നിങ്ങളവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയറല്ലേ പറഞ്ഞ പോയിന്റുകൾ? സിംഹമുദ്രയുടെ ഉയരം 6.5 മീറ്റർ, ഭാരം 9500 കിലോഗ്രാം. അത്രയും പോയിന്റുകളാണ് അവിടെ നിന്ന് കിട്ടേണ്ടത്. ക്ലിയറല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോവാം. യെസ്, അപ്പോൾ ഇത്രയും പരിപാടികളെല്ലാം കഴിഞ്ഞു. തറക്കല്ലിട്ടു, പരിപാടി ഏകദേശം പൂർത്തിയായി. ലോക്സഭ ഹാൾ സെറ്റ് ചെയ്തു, രാജ്യസഭ ഹാൾ സെറ്റ് ചെയ്തു, തറയിൽ പരവതാനി മാറ്റ് വാങ്ങിച്ച് സെറ്റ് ചെയ്തു. നേരെ ഒന്ന് പുറത്തിറങ്ങി നോക്കി, മേൽക്കൂരയിൽ സിംഹമുദ്ര സെറ്റ് ചെയ്തു. ആ സിംഹമുദ്ര ഡേറ്റ് നമ്മൾ പരിചയപ്പെട്ടു, ആകൃതി, അതിൻ്റെ ഉയരം പറഞ്ഞു, ഭാരം പറഞ്ഞു, എല്ലാം പറഞ്ഞു. ക്ലിയറല്ലേ? അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, പുതിയ പാർലമെൻറ്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിച്ച ദിവസം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ഡേറ്റാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരം അല്ലെങ്കിൽ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് രാജ്യത്തിന് സമർപ്പിച്ച ദിവസം എന്നാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആ ഡേറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണം. 2023 ഈ മാസം മെയ് മാസം 28-ാം തീയതിയാണ്. ഓക്കെ, പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസം. ഇമ്പോർട്ടൻ്റ് ഡേറ്റാണ്. 2023 മെയ് മാസം 28-ാം തീയതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ക്ലിയർ അല്ലേ? 2023 മെയ് മാസം 28-ാം തീയതി പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? അത് നമ്മുടെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി മോദി തന്നെയായിരുന്നു എന്നവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. കിട്ടുമല്ലോ? ഏതാണ്? മോദി തന്നെയായിരുന്നു എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ പറഞ്ഞ പോയിന്റുകൾ? ഓക്കെ, അപ്പോൾ മോദി തന്നെയാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് മാസം 28-ാം തീയതി. ഓക്കെ, ഓക്കെ ആണോ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ? യെസ്, പോകാമല്ലോ. അപ്പോൾ 2023 മെയ് 28-ന് ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്ന് പഠിക്കേണ്ട മറ്റു 2 പോയിന്റുകളുണ്ട്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? അതാണ് ചോദ്യം. കിട്ടുമോ? ഓക്കെ, 2023 മെയ് 28 ഓർമ്മയുണ്ടല്ലോ. 2023 മെയ് മാസം 28-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയതെന്ന് ചോദിച്ചാൽ 75 രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. ഓക്കെ, 75 രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, പഠിച്ചു വെച്ചോളണം. ഓക്കെ, 75 രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. ഓക്കെ, ഒപ്പം ഒരു സംഭവം കൂടെ ഇറക്കിയിട്ടുണ്ട്. ഒപ്പം തപാൽ സ്റ്റാമ്പും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, ഒപ്പം തപാൽ സ്റ്റാമ്പും കേന്ദ്ര സർക്കാർ പുറത്തിറക്കി കഴിഞ്ഞു. ഓക്കെ, കിട്ടുമല്ലോ. യെസ്, ഓക്കെ, അതാ നോക്കിയോ. ലാസ്റ്റ് പോയിൻ്റ് ഒന്നും കൂടെ ഓർത്ത് വെച്ചോ. ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കവാടങ്ങളുടെ പേര്. ഓക്കെ, പുതിയ പാർലമെൻറ്റിൻ്റെ കവാടങ്ങളുടെ എൻട്രൻസുകളുടെ പേരാണ്. മെയിൻ വാതിലുകളുടെ പേര് കേട്ടോ. മെയിൻ വാതിലുകളുടെ പേര് അല്ലെങ്കിൽ എൻട്രൻസുകളുടെ പേര് എന്ന് വെച്ചാൽ അതും കൂടെ ഓർത്ത് വെച്ചേക്കാം. മെയിനായിട്ടുള്ള വാതിലുകളുടെ പേര് ഈ പേരുകളാണ് അറിയപ്പെടുന്നത്. ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്നിവയാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കവാടങ്ങളുടെ പേര് എന്നുകൂടി നിങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകാത്തൊന്ന് ഓർത്തു വെച്ചിരിക്കാം. ക്ലിയറല്ലേ പറഞ്ഞ പോയിന്റുകൾ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. മൊത്തത്തിലൊന്ന് ആലോചിച്ച് നോക്കിയാണ് ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പറയാൻ ശ്രമിക്കാമോ? ഓക്കെ, എല്ലാത്തിനും ഉത്തരങ്ങൾ പറയട്ടെ. ചോദ്യങ്ങൾ കണ്ടെത്താൻ പറ്റുമോ? ഓക്കെ, ചോദ്യങ്ങൾ കിട്ടുമോ? ചോദ്യങ്ങൾ കിട്ടുമോടെ? യെസ്, പറയട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകളിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കൂ. ഫസ്റ്റ് പോയിന്റ് ഞാൻ എല്ലാത്തിനും ഉത്തരം പറയാം. എന്താണ് നിങ്ങൾ ചോദ്യങ്ങൾ കണ്ടെത്തും. മൈൽ എന്തായിരുന്നു ചോദ്യം ഇവിടെ? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ലോക്സഭയുടെ ഹാളിൻ്റെ പ്രമേയം അല്ലെങ്കിൽ ലോക്സഭയിലെ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, മൈലിൻ്റെ ആകൃതി. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ്. യെസ്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ സിംഹമുദ്ര സ്ഥാപിച്ച ദിവസം ഓർക്കുന്നുണ്ടോ? ആ ഡേറ്റ് 2022 ജൂലൈ മാസം 11-ാം തീയതി. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ദിവസം 2023 മെയ് മാസം 28-ാം തീയതി. മൂന്നാമത്തെ പോയിന്റ്. അടുത്ത ബിമൽ ഹസ്മുഖ് പട്ടേൽ ആരായിരുന്നു? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ
മന്ദിരത്തിൻ്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ വിമൽ ഹസ്മുഖ് പട്ടേലായിരുന്നു. കിട്ടുമല്ലോ. ഓം ബിർല. എന്തായിരുന്നു അറിയാം ചോദ്യം? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിനെ ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഓം ബിർല, ലോക്സഭാ സ്പീക്കർ. സിമ്പിളായിട്ട് കിട്ടുമല്ലോ. 25 എന്തായിരുന്നു ചോദ്യം? കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ അല്ലെങ്കിൽ മന്ദിരം നിലവിൽ വന്നതിൻ്റെ എത്രാമത് വാർഷികമാണ് 2023 മെയ് മാസം 22-ാം തീയതി ആചരിച്ചത്? 25ാമത്. അതാണ് എൻ്റെ ഉത്തരം. കിട്ടുമല്ലോ. സിമ്പിൾ. രത്ന നായർ. എന്തായിരുന്നു ചോദ്യം? കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ 25ാമത് വാർഷികത്തോടനുബന്ധിച്ച് എത്തിയ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ കണ്ണൂർ ജില്ലയിൽ സന്ദർശിച്ച അദ്ദേഹത്തിൻ്റെ ടീച്ചറുടെ പേര് രത്ന നായർ. സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലത്ത് വിരിക്കാൻ ഉപയോഗിക്കുന്ന പരവതാനിയുടെ പേര്. 8ാമത്തെ ചോദ്യം എന്താണ്? കാൽ ബാഫി പരവതാനി. നിർമ്മിച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് ജമ്മു കാശ്മീർ ആകുന്നു. യെസ്. കിട്ടുമോ? 8. 9ാമത്തെ ചോദ്യം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം എത്രയാണ്? എത്ര? 75 രൂപയുടെ നാണയമാണ്. ഒപ്പം എന്തും പുറത്തിറക്കിയിട്ടുണ്ട്? തപാൽ സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട്. കിട്ടുമല്ലോ. അവസാനം 10ാമത്തെ ചോദ്യം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കവാടങ്ങളുടെ പേര്. 3 പ്രധാന കവാടങ്ങളാണുള്ളത്. കവാടങ്ങളുടെ പേരെന്തൊക്കെയാണ്? അത് ബോർഡിലുണ്ട്. ജ്ഞാനദ്വാർ, ഓക്കെ, ശക്തിദ്വാർ, 3ാമത്തെ പോയിന്റ് കർമ്മദ്വാർ. ഓക്കെ, ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. ഓക്കെ, അതാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ 3 പ്രധാന കവാടങ്ങൾ എന്നുകൂടി ഓർത്ത് വെച്ചേക്കുക. ക്ലിയർലി. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചോ. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേര് സംവിധാൻ സദൻ. ഓക്കെ, സംവിധാൻ സദൻ ആണ് എന്നുകൂടി ഓർത്ത് വെച്ചേക്കുക. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേര് സംവിധാൻ സദൻ എന്ന പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത് എന്നുകൂടി നിങ്ങൾ അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സംവിധാൻ സദൻ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേര് എന്നുകൂടി ഓർത്ത് വെച്ചേക്കുക. ഓക്കേനെ. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ. ഓക്കെ, അപ്പം ആ പാർലമെൻറ്റിൽ നിന്ന് സെൻട്രൽ വിസ്തയെന്ന് കേൾക്കുമ്പോൾ ഇത്രയും പോയിന്റുകൾ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ അല്ലേ? യെസ്. യെസ്, നോക്കിയോ. അടുത്ത ഹെഡിങ് എഴുതിക്കോളണം. യെസ്, എഴുതിട്ടോ. ചീറ്റ ഇൻ ഇന്ത്യ എന്ന് ഹെഡിങ് കൊടുക്കും. ചീറ്റ ഇൻ ഇന്ത്യ എന്ന് ഹെഡിങ് കൊടുക്കണം. ഓക്കെ ആണോ? നോട്ട് എങ്ങനെയാണ്? നോട്ട് പറയട്ടോ. നോട്ട് പറയട്ടോ. സെൻട്രൽ വിസ്ത നോട്ടുകൾ പറയട്ടോ. ക്ലിയർ അല്ലേ? പറയട്ടോ. യെസ്. അപ്പോൾ നിങ്ങൾ ഹെഡിങ് കൊടുത്തോ. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. യെസ്, ക്ലിയർ അല്ലേ? അപ്പോൾ എഴുതിക്കോ. നമ്പർ ഇട്ട് എഴുതണം കേട്ടോ. ഓരോ പോയിന്റുകളും ഓരോ നമ്പർ ഇട്ട് എഴുതുക. ക്ലിയർ. ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോ. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്? ഫസ്റ്റ് പോയിന്റ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് നിർമ്മാണ പദ്ധതി. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് നിർമ്മാണ പദ്ധതി. എഴുതി കഴിയുമ്പോഴൊന്ന് പറയണേ. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് നിർമ്മാണ പദ്ധതി. പുതിയ പാർലമെൻറ്റ് നിർമ്മാണ പദ്ധതി. യെസ്, ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് തറക്കല്ലിട്ട ദിവസം. പുതിയ പാർലമെൻറ്റ് മന്ദിരം തറക്കല്ലിട്ട ദിവസം. യെസ്, ദിവസം ഓർമ്മയുണ്ട? 2020 ഡിസംബർ. ഓക്കെ, 2020 ഡിസംബർ മാസം 10-ാം തീയതി. 2020 ഡിസംബർ മാസം 10-ാം തീയതി. ഓക്കെ, മാക്സിമം ചുരുക്കി എഴുതിയത് സംഭവങ്ങളെല്ലാം കിട്ടില്ലേ? മാക്സിമം ചുരുക്കി എഴുതും. 2020 ഡിസംബർ 10-ന് തറക്കല്ലിട്ടു. ബ്രാക്കറ്റിൽ എഴുതിയോ. തറക്കല്ലിട്ട വ്യക്തി മോദിയായിരുന്നു. ഓക്കെ, തറക്കല്ലിട്ട വ്യക്തി മോദിയാണ്. ഓക്കെ, 2020 തറക്കല്ലിട്ട വ്യക്തി മോദി. യെസ്, പോകാമല്ലോ.
അടുത്ത പോയിന്റ് നോക്കിയോ, ഡിസംബർ 10 എന്ന് എഴുതുക കേട്ടോ. ഡിസംബർ 10 എന്ന് എഴുതിയിട്ട് ഇതുപോലെ 2 ആരോ മാർക്ക് കൊടുത്തിട്ട് ആ 2 ദിവസങ്ങളുടെ പ്രത്യേകത ഒന്ന് എഴുതുക. സ്വന്തമായിട്ട് എഴുതാൻ നോക്കൂ. ഡിസംബർ 10-ന് 2 പ്രത്യേകതകളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഡിസംബർ 10 ഒന്നാമത്തെ പ്രത്യേകത യെസ് എഴുതി വെച്ചോ, ദേശീയ മനുഷ്യാവകാശ ദിനം. ദേശീയ മനുഷ്യാവകാശ ദിനം ഒന്നാമത്തെ പ്രത്യേകത. കിട്ടുമല്ലോ. രണ്ടാമത്തെ പ്രത്യേകത എന്തോന്നായിരുന്നു? കിട്ടുമല്ലോ. ലോക എന്താണ്? ഒരു കായിക ഇനവുമായി ബന്ധപ്പെട്ട ദിനം. ലോക ഫുട്ബോൾ ദിനം. ലോക ഫുട്ബോൾ ദിനം. യെസ് എഴുതിയെത്തിയ ഇതുള്ള പോയിന്റ് ക്ലിയർ അല്ലേ? പഠിച്ചെടുത്താൽ മതി. 2020 ഡിസംബർ 10 തറക്കല്ലിട്ടു. ഡിസംബർ 10-ന് 2 പ്രത്യേകത. ദേശീയ മനുഷ്യാവകാശ ദിനം, ലോക ഫുട്ബോൾ ദിനം. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത പോയിന്റ് തൊട്ട് താഴെ ഫുട്ബോൾ ദിനം. തൊട്ട് താഴെ അടുത്ത പോയിന്റ് ആകൃതി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി. ഓർമ്മയുണ്ടോ? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി എന്താണ് പറഞ്ഞത്? പഴയ പാർലമെൻറ്റ് മന്ദിരം വൃത്താകൃതി ആയിരുന്നു. പുതിയതിൻ്റെ ആകൃതി യെസ് ട്രയാങ്കിളാണ്, ത്രികോണാകൃതി. ത്രികോണമാണ്. ഓക്കെ, പാർലമെൻറ്റ് മന്ദിരം ആകൃതി ത്രികോണാകൃതി. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? മാക്സിമം ചുരുക്കി എഴുതിയാൽ ട്രയാങ്കിൾ എന്ന് എഴുതിയിരുന്നാൽ മതി. ഓക്കെ യെസ്. അടുത്ത പോയിന്റ് തൊട്ട് താഴെ അവിടെ നിന്നാണ് നമ്മൾ 2 ആകൃതികൾ പഠിച്ചത്. കിട്ടുമല്ലോ. അപ്പോൾ തൊട്ട് താഴെ എഴുതിക്കോ. വേണമെങ്കിൽ ഒരു പെട്ടിക്കകത്ത് ഒരു ബോക്സിനകത്ത് എഴുതിയിട്ട് വേണം. തൊട്ട് താഴെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സ്മാരകത്തിൻ്റെ ആകൃതി. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സ്മാരകത്തിൻ്റെ ആകൃതി. യെസ്. എന്തായിരുന്നു ആകൃതി? ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സ്മാരകത്തിൻ്റെ ആകൃതി എന്താണ്? ഫീനിക്സ് പക്ഷി. യെസ്. ഫീനിക്സ് എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. PHOENIX ഇങ്ങനെയാണ് സ്പെല്ലിങ്. കറക്റ്റ് കേട്ടോ. മലയാളത്തിൽ എഴുതിയിട്ടാൽ മതി. ഓക്കെ, ഫീനിക്സ് പക്ഷിയുടെ ആകൃതിയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ സ്മാരകത്തിൻ്റെ ആകൃതി ഫീനിക്സ് പക്ഷിയുടെ ആകൃതി. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ സ്ഥലം എഴുതി വെച്ചോളണം. തമിഴ്നാട് സംസ്ഥാനത്ത് ഏത് ബീച്ച്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ചിലാണ് കേട്ടോ, മറീന ബീച്ച്. ഓക്കെ, തമിഴ്നാട് മറീന ബീച്ചിലാണ് ജയലളിതയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾ അവിടെ നിന്ന് ഓർത്തു ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ത്രികോണാകൃതി, മറീന ബീച്ച്, ജയലളിതയുടെ സ്മാരകത്തിൻ്റെ ആകൃതി, ഫീനിക്സ് പക്ഷി. തൊട്ട് താഴെ ഇന്ത്യൻ കരസേനയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര്. ഇന്ത്യൻ കരസേനയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര്. യെസ്. ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരെന്തോന്നടെ? പുതിയ പാർലമെൻറ്റ് മന്ദിരം ഇന്ത്യൻ കരസേനയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് എന്ത് സേനാ ഭവൻ എന്ന് പറഞ്ഞു? ഓർമ്മയുണ്ടോ? ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് നോക്കൂ, ദൽ സേനാ ഭവൻ. ഓക്കെ, ദൽ സേനാ ഭവൻ ബ്രാക്കറ്റിൽ ന്യൂഡൽഹി. ഇന്ത്യൻ കരസേനയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് ദൽ സേനാ ഭവൻ. അത് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, കിട്ടുമല്ലോ. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയാണ് ന്യൂഡൽഹി, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ കരസേനയുടെ ആസ്ഥാന മന്ദിരം നിലവിൽ വരുന്നത്. തൊട്ട് താഴെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ആകൃതി അല്ലെങ്കിൽ ദൽ സേനാ ഭവൻ്റെ ആകൃതി. എന്തായിരുന്നു ആകൃതി? ഒന്ന് പറയാൻ ശ്രമിച്ചാണ്. ദൽസേനാ ഭവൻ്റെ ആകൃതി എന്തായിരുന്നു? ഒന്ന് ആൻസർ ചെയ്യുക കേൾക്കട്ടെ. ദൽസേനാ ഭവൻ്റെ ആകൃതി എന്തായിരുന്നു? ഉദയസൂര്യൻ. യെസ്. അപ്പോൾ എഴുതും ഉത്തരം ഉദയസൂര്യാകൃതിയാകുന്നു. യെസ്. ആ 2 പോയിന്റുകൾ അവിടെ കിട്ടൂലേ? സിമ്പിളാണ്. ഓക്കെ, മാക്സിമം പറയാൻ ശ്രമിക്കുക, അപ്പോഴെങ്കിലും ക്ലിയർ ആവും. ഓക്കെ ആണല്ലോ? ഉദയസൂര്യാകൃതിയിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? വീണ്ടും നമ്മൾ സെൻട്രൽ വിസ്തയിലേക്ക് തിരിച്ചു വരികയാണ്. ആകെ വിസ്തീർണം. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകെ വിസ്തീർണം.
പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകെ വിസ്തീർണം എത്ര ചതുരശ്ര മീറ്ററാണ് ഒന്ന് പറയാൻ പറ്റുമോ? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര മീറ്റർ, എത്ര മീറ്റർ സ്ക്വയർ ഒന്ന് പറയാൻ പറ്റുമോ? എത്ര മീറ്റർ സ്ക്വയർ? നോക്കൂ, എത്ര മീറ്റർ സ്ക്വയർ? 64,500 മീറ്റർ സ്ക്വയർ. 64,500 മീറ്റർ സ്ക്വയർ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകെ വിസ്തീർണം 64,500 മീറ്റർ സ്ക്വയർ. 64,500 മീറ്റർ സ്ക്വയർ വിസ്തീർണം. ആകെ വിസ്തീർണം 64,500 മീറ്റർ സ്ക്വയർ വിസ്തീർണം. ഓക്കെ അല്ലേ? ക്ലിയർ തന്നെ? എഴുതിയെത്തിയാ? ആകെ വിസ്തീർണം 64,500 മീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ? യെസ്. തൊട്ട് താഴെ അടുത്ത പോയിന്റ്, ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം. 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 യെസ്. ഒന്ന് പറയാൻ ശ്രമിച്ചാണ് എത്രയുടെ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം? നമ്പർ ഒന്ന് പറയാൻ ശ്രമിച്ചാണ്. ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം എത്ര? ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം 850 അല്ല, 888. യെസ്, 888. 888. ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം 888. യെസ്, പറഞ്ഞങ്ങ് എഴുതിയാൽ മതി. 888. ക്ലിയർ അല്ലേ? യെസ്. തൊട്ട് താഴെ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം 888. തൊട്ട് താഴെ ലോക്സഭാ ഹാളിൻ്റെ പ്രമേയം. ലോക്സഭാ ഹാളിൻ്റെ. ലോക്സഭാ ഹാളിൻ്റെ. ലോക്സഭാ ഹാളിൻ്റെ പ്രമേയം. ലോക്സഭാ ഹാളിൽ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആകൃതി എന്തിൻ്റെ ആകൃതിയിലാണ്? ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. ലോക്സഭാ ഹാളിൽ സീറ്റുകൾ എന്തിൻ്റെ ആകൃതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന? മയിൽ. യെസ്, ഉത്തരം കറക്റ്റാണ്. മയിൽ. ഉത്തരം മയിലാണ്. മയിലാണ്. കാരണം അറിയാമല്ലോ, ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആകൃതിയിലാണ് സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മയിൽ പീലി വിടർത്തി നിൽക്കുന്നത് പോലെയാണ് സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കുന്നത്. ലോക്സഭയിലെ ഹാളിൻ്റെ പ്രമേയം മയിലാകുന്നു. കിട്ടുമല്ലോ? യെസ്. പോവാം. തൊട്ട് താഴെ രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം. രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം. അടുത്ത പോയിന്റ്, രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം. രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം. രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം. യെസ്, ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. രാജ്യസഭയിൽ എത്ര സീറ്റുള്ളത്? രാജ്യസഭയിൽ ലോക്സഭയിൽ 888 ആയിരുന്നുവെങ്കിൽ രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം എത്ര? രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 350 അല്ല, 354. 354. ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം 354. 354 കേട്ടോ. നമ്പർ ഒന്ന് ക്ലിയർ ആക്കി വെച്ചോളാം. ഓക്കെ, വിസ്തീർണം ചോദിച്ചാൽ 64,500 ചതുരശ്ര മീറ്റർ. ലോക്സഭയിലെ സീറ്റുകൾ 888, രാജ്യസഭ 354. ഓക്കെ, നമ്പറുകൾ മറന്നു പോകരുത്. ആകൃതി ത്രികോണാകൃതി. ഇത്രയാണ് പോയിന്റുകൾ. കിട്ടുമല്ലോ? സിമ്പിൾ. യെസ്. തൊട്ട് താഴെ സെൻട്രൽ വിസ്ത പ്രോജക്റ്റിനെ. സെൻട്രൽ വിസ്ത പ്രോജക്റ്റിനെ. സെൻട്രൽ വിസ്ത പ്രോജക്റ്റിനെ. ഡയലോഗ് ഓർമ്മയുണ്ടോ? നമ്മളെ ഓം ബിർല ലോക്സഭ സ്പീക്കർ പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ? എന്താണ് ഡയലോഗ്? സെൻട്രൽ വിസ്ത പ്രോജക്റ്റിനെ ക്ലിയർ ആയിട്ട് എഴുതിയെടുത്തോളണം. സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ ബോർഡിലുണ്ട്. ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രം. സെൻട്രൽ വിസ്ത പ്രോജക്റ്റിനെ ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. സെൻട്രൽ വിസ്ത പ്രോജക്റ്റിനെ ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ട്. ആര് ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ ഇപ്പോഴും നിലവിലുള്ളത്? ഓം ബിർല. യെസ്, കറക്റ്റാണ്. യെസ്, അപ്പോൾ എഴുതൂ ഓം ബിർല. പറഞ്ഞു എഴുതിയാൽ മതി. ഓം ബിർല. ബ്രാക്കറ്റിൽ എഴുതിക്കോ 17ാമത് ലോക്സഭാ സ്പീക്കർ. ബ്രാക്കറ്റിൽ 17ാമത് ലോക്സഭാ സ്പീക്കറാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. 17ാമത് ലോക്സഭാ സ്പീക്കറാണ് ഇപ്പോൾ നിലവിൽ അധികാരത്തിൽ ഉള്ളത്. അദ്ദേഹമാണ് ആത്മനിർഭരമായ ഭാരതത്തിൻ്റെ ക്ഷേത്രം എന്ന് സെൻട്രൽ വിസ്ത പ്രോജക്റ്റിനെ വിശേഷിപ്പിച്ചത്. ഓക്കെ തന്നെ? ഇതുവരെയുള്ള പോയിന്റുകൾ എഴുതിയെത്തിയാ? ഓക്കെ അല്ലേ? യെസ്.
അപ്പോൾ പോവാം അടുത്ത പോയിന്റ് ആത്മനിർഭരമായ ഭാരത് ലക്ഷ്യം. അവിടെ നിന്നാണ് നമ്മളൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയിലേക്ക് പോയത്, കേന്ദ്ര സർക്കാരിൻ്റെ. യെസ്, അപ്പോൾ അടുത്ത പോയിന്റ് കേന്ദ്ര സർക്കാരിൻ്റെ. അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി നമ്മൾ ഇവിടെ നിന്നാണ് പറഞ്ഞത്. ഏത് പദ്ധതി? ഏത് ഭാരത് പദ്ധതി? കേന്ദ്ര സർക്കാരിൻ്റെ അത് നോക്കിയോ, ഏത് പദ്ധതി? ആത്മനിർഭർ ഭാരത്. യെസ്, കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് പദ്ധതി എത്ര മേഖലകളുടെ വികസനത്തിന് വേണ്ടിയുള്ളതാണ്? ഓക്കെ, കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് പദ്ധതി എത്ര മേഖലകളുടെ വികസനത്തിന് വേണ്ടി ഉള്ളതാണ്? എത്ര മേഖലകളുടെ വികസനത്തിനൊന്ന് പറയൂ, കേൾക്കട്ടെ. 14. യെസ്, കറക്റ്റാണ്. ഉത്തരം 14. കറക്റ്റ്, എഴുതിക്കോ. 14 ആൻസർ. ആത്മനിർഭർ ഭാരത് പദ്ധതി എത്ര മേഖലകളുടെ വികസനത്തിനാണ്? 14 മേഖലകളുടെ വികസനത്തിന് വേണ്ടിയുള്ളത് ആകുന്നു. ഓക്കെ അല്ലേ? യെസ്, പോകാമല്ലോ. അടുത്ത ചോദ്യം, കേരള നിയമസഭയുടെ TV ചാനലിൻ്റെ പേര്. കേരള നിയമസഭയുടെ TV ചാനലിൻ്റെ പേര്. അടുത്ത ചോദ്യം, കേരള നിയമസഭയുടെ TV ചാനലിൻ്റെ പേര്. കേരള നിയമസഭയുടെ TV ചാനലിൻ്റെ പേര്. യെസ്, ഓക്കെ ആണോ? കേരള നിയമസഭയുടെ TV ചാനലിൻ്റെ പേര്. കേരള നിയമസഭയുടെ TV ചാനലിൻ്റെ പേര് എന്താണ്? TV ചാനലിൻ്റെ പേര് ഒന്ന് പറയാൻ ശ്രമിക്കൂ. സഭ TV. യെസ്, കറക്റ്റാണ്. സഭ TV. കേരള നിയമസഭയുടെ TV ചാനലിൻ്റെ പേര് സഭ TV ആണ്. സഭ TVയുടെ ബ്രാക്കറ്റിൽ എഴുതിക്കോളണം ഉദ്ഘാടനം ചെയ്തത്. സഭ TV ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരെന്ന് പറഞ്ഞു? നമ്മൾ നേരത്തെ പറഞ്ഞ ആൾ തന്നെ, ഓം ബിർല, ലോക്സഭാ സ്പീക്കർ. ഉദ്ഘാടനം ചെയ്തത് ഓം ബിർളയാണ്. ലോക്സഭാ സ്പീക്കർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ തന്നെ. മുഖ്യമന്ത്രിക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടൊന്ന് കേട്ട് വെച്ചേക്കുക. കേരള നിയമസഭയുടെ TV ചാനലാണെങ്കിൽ കൂടെയും അത് ഉദ്ഘാടനം ചെയ്തത് ലോക്സഭാ സ്പീക്കറാണ്. ഓക്കെ തന്നെ. വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു എൻ്റെ ഉദ്ഘാടന ചടങ്ങെല്ലാം നടന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആക്കി വെച്ചോളൂ. യെസ്, അപ്പോൾ അത് ഓം ബിർളയാണ്. യെസ്. അടുത്ത ചോദ്യം തൊട്ട് താഴെ, കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയുടെ പേര്. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയുടെ പേര്. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയുടെ പേര്. യെസ്, വാർത്താപത്രികയുടെ പേരെന്താണ്? ആൻസർ ചെയ്യാൻ പറ്റുമോ? കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രിക താഴെ പറഞ്ഞതിൽ ഏതാണ്? ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കൂ. അറിവോരം. യെസ്, കറക്റ്റാണ്. ഉത്തരം അറിവോരം. യെസ്, ഉത്തരം അറിവോരമാണ്. ഉത്തരം അറിവോരം. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രിക അറിവോരം. ചാനൽ ചോദിച്ചാൽ സഭ TV. ഉദ്ഘാടനം ചെയ്തത് ഓം ബിർള. അത്രയും പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. യെസ്. തൊട്ട് താഴെ അടുത്ത പോയിന്റ്, 2023 മെയ് മാസം 22-ന് 2023 മെയ് മാസം 22-ന് 2023 മെയ് മാസം 22-ന് കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ 2023 മെയ് മാസം 22-ന് കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ എത്രാമത് വാർഷികമാണ് ആചരിച്ചത്? കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ എത്രാമത് വാർഷികമാണ് ആചരിച്ചത്? യെസ്, ഒന്ന് ആൻസർ പറയാൻ നോക്കൂ. എത്രാമത് വാർഷികം? 25. യെസ്, കറക്റ്റാണ്. ഉത്തരം 25ാമത് വാർഷികമാണ് ആചരിച്ചത്. ക്ലിയർ അല്ലേ? അപ്പോൾ വേണമെങ്കിൽ 25-ൻ്റെ ബ്രാക്കറ്റ് എഴുതി വെച്ചോ. കേരള നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത വർഷം ചോദിച്ചാൽ 1998 മെയ് മാസം 22 ബ്രാക്കറ്റിൽ എഴുതിയിരുന്നാൽ മതി. ഓക്കെ, 1998 മെയ് മാസം 22-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയായിരുന്നു നമുക്കറിയാമല്ലോ. ഉദ്ഘാടനം ചെയ്ത ആരാണ്? യെസ്, KR നാരായണനായിരുന്നു. KR നാരായണനായിരുന്നു ഉദ്ഘാടനം ചെയ്ത്. അതുപോലെ 98-നോട് 25 കൂട്ടി നോക്കൂ, 2023 കിട്ടും. അപ്പോൾ കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ 25ാമത് വാർഷികമാണ് ആചരിച്ചത്. ഓക്കെ, ഇരുപത്തിയഞ്ചാമത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ?
25ാമത് വാർഷികം ആചരിച്ചു. 98 മെയ് 22. യെസ്. തൊട്ട് താഴെ അടുത്ത പോയിന്റ് മെയ് 22. മെയ് 22 ഒരു ഹൈഫൺ ഇട്ട് എഴുതിക്കോ. എന്ത് ദിനമാണ് മെയ് 22? ലോക ജൈവ വൈവിധ്യ ദിനം. അതും കൂടി എഴുതി വെച്ചോളണം. ലോക ജൈവ വൈവിധ്യ ദിനം. ലോക ജൈവ വൈവിധ്യ ദിനം. അതുമാണ് മെയ് മാസം 22-ാം തീയതി. പലവണ PC ചോദിച്ചിട്ടുള്ളതാണ്. ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്ന ദിവസം മെയ് മാസം 22-ാം തീയതി. ഓക്കെ, എന്നെ ക്ലിയർ തന്നെ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ. ലോക ജൈവ വൈവിധ്യ ദിനം അതാണ് മെയ് മാസം 22-ാം തീയതി. മെയ് മാസം 22 ലോക ജൈവ വൈവിധ്യ ദിനം. ഓക്കെ ആണോ? എഴുതിയെത്തിയോ? ഓക്കെ. അടുത്ത പോയിന്റ് കേരള നിയമസഭയുടെ 25ാമത് വാർഷികാഘോഷങ്ങളുടെ മുഖ്യ അതിഥി. അടുത്ത പോയിന്റ് വാർഷികാഘോഷങ്ങളുടെ എഴുതിയാലും മതി. വാർഷികാഘോഷങ്ങളുടെ മുഖ്യ അതിഥി. 25ാമത് വാർഷികാഘോഷങ്ങളുടെ മുഖ്യ അതിഥി അല്ലെങ്കിൽ വാർഷികാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ആര് എന്നാണ് നമ്മുടെ ചോദ്യം. കേരള നിയമസഭയുടെ 25ാമത് വാർഷികാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ആയിരുന്ന വ്യക്തി. മുഖ്യ അതിഥി ആര്? ഒന്ന് പറയാൻ ശ്രമിക്കൂ. മുഖ്യ അതിഥി ആര്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. ആൻസർ ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതാണ് ട്വിസ്റ്റ്. കിട്ടുമോ? മോദിയൊന്നുമല്ല, ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡൻ്റാണ്. പേരെന്തോണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആര്? കിട്ടുന്നില്ല. ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി നോക്കിയോ. ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്ത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ജഗദീപ് ധൻഖർ. ഓക്കെ, ബ്രാക്കറ്റിൽ രാജസ്ഥാൻ സ്വദേശി എന്നും കൂടെ എഴുതിക്കൊള്ളണം കേട്ടോ. രാജസ്ഥാൻ സ്വദേശി. ഓക്കെ, രാജസ്ഥാൻ സ്വദേശിയാണ് അദ്ദേഹം. കൊണ്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, രാജസ്ഥാൻ സ്വദേശിയാണ് ജഗദീപ് ധൻഖർ. അദ്ദേഹമാണ് 25ാമത് വാർഷികാഘോഷങ്ങളുടെ മുഖ്യ അതിഥി. ക്ലിയർ ആണോ? എഴുതിയെത്തിയ 25ാമത് വാർഷികാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ജഗദീപ് ധൻഖർ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റ് ആകും. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത പോയിന്റ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് അദ്ദേഹം കണ്ട അല്ലെങ്കിൽ അദ്ദേഹം സന്ദർശിച്ച ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് അദ്ദേഹം കണ്ട അല്ലെങ്കിൽ അദ്ദേഹം സന്ദർശിച്ച കണ്ണൂർ ജില്ലയിലെ അധ്യാപികയുടെ പേര് ഒക്കെ അറിയാമല്ലോ. രാജസ്ഥാനിലെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപിക മലയാളിയാണ്, കണ്ണൂർ സ്വദേശിയാണ്. അധ്യാപികയുടെ പേരൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? അധ്യാപികയുടെ പേര് ഒന്ന് ആൻസർ ചെയ്ത് കാണട്ടെ. അധ്യാപിക, കണ്ണൂർ സ്വദേശി, മലയാളി, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ അധ്യാപിക. പേര് പറയൂ. അധ്യാപികയാണ് പോയി കണ്ടത്. പേര് ഒന്ന് നോക്കൂ. ആരെങ്കിലും ഒരാൾ നോക്കൂ. അധ്യാപികയുടെ പേര് രത്ന നായർ. യെസ്, എഴുതി വെച്ചോ. ഉത്തരം രത്ന നായർ. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതിക്കോണം. കണ്ണൂർ സ്വദേശിയാണ്. യെസ്, രത്ന നായർ കണ്ണൂർ സ്വദേശി. ഓക്കെ, ഉപരാഷ്ട്രപതിയുടെ ടീച്ചർ, കണ്ണൂർ സ്വദേശിയാണ്, മലയാളിയാണ്. ടീച്ചറിനെ കാണാനാണ് തിരുവനന്തപുരത്ത് വന്ന് കേരള നിയമസഭയുടെ 25ാമത് വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം നേരെ കണ്ണൂരിലേക്ക് പോയത്. അതാണ് പറഞ്ഞത്. സിമ്പിളാണ്, ഒന്നുമില്ല എൻ്റെ അത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എഴുതിയെത്തിയാ? യെസ്. അടുത്ത പോയിന്റ് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ചത്, പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്. അതേ ഓർഡറിൽ തന്നെ എഴുതിയിരുന്നത്. പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്.
പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തൊരു സ്ഥാപനമാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. സ്ഥാപനത്തിൻ്റെ പേര് പറ. എന്ത് ഡിസൈൻ? ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ. പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തതെന്ന് പറഞ്ഞു. അതിൽ രൂപകൽപ്പന ചെയ്ത ഏത് സ്ഥാപനമാണ്? ടാറ്റയല്ല. HCP ഡിസൈൻ, അതാണ് കറക്റ്റ്. HCP ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ്. യെസ്, മന്ദിരം രൂപകൽപ്പന ചെയ്തത് കേട്ടോ, രൂപകൽപ്പനയാണ്. ഓക്കെ, തിരിഞ്ഞുപോലെ രൂപകൽപ്പന ചെയ്തത്, ആ പോയിൻ്റാണ് നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. രൂപകൽപ്പന. ഓക്കെ, നിർമ്മാണ ചുമതലയാണ് ടാറ്റ. ഓക്കെ, രൂപകൽപ്പന ചെയ്തത് HCP ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ്. HCP ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ്. ആസ്ഥാനം ചോദിച്ചാൽ ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദ്. ക്ലിയർ തന്നെ എഴുതിയെത്തിയ. മന്ദിരം രൂപകൽപ്പന ചെയ്തത് HCP ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ്, ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമാക്കിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അത്രയാണ് പോയിൻ്റാണ് പറഞ്ഞത്. ഓക്കെ, എന്നെ എഴുതിയെത്തിയ. ക്ലിയറാണോ എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത്? മന്ദിരം രൂപകൽപ്പന ചെയ്തത് HCP ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ്, ഗുജറാത്ത്, അഹമ്മദാബാദ്. എഴുതിയെത്തിയില്ലെങ്കിൽ പറയണം. എഴുതിയെത്തിയ? ഓക്കെ അല്ലേ? യെസ്, പോവാം. അടുത്ത പോയിൻ്റ് എഴുതിക്കോ. മന്ദിരത്തിൻ്റെ ശില്പി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി. എൻ്റെ ശില്പിയെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, എന്താണ് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചാലും. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. യെസ്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ആരാണ്? ഒന്ന് പറയൂ, ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ. ശില്പി എന്തോ പട്ടേലല്ല, ബിമൽ പട്ടേൽ. യെസ്, അതാണ് കറക്റ്റ്. ബിമൽ ഹസ്മുഖ് പട്ടേൽ കേട്ടോ. ബിമൽ ഹസ്മുഖ് പട്ടേൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ 2 പാർട്ട് പഠിച്ചാൽ മതി. ബിമൽ പട്ടേൽ ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റാണ്. ബിമൽ ഹസ്മുഖ് പട്ടേൽ അല്ലെങ്കിൽ ബിമൽ പട്ടേൽ. ഓക്കെ ആണോ? പേരുകൾ കിട്ടുന്നുണ്ടോ? യെസ്, ബിമൽ പട്ടേൽ. എഴുതിയെത്തിയ? ഓക്കെ അല്ലേ? യെസ്, പോവാം. അപ്പോൾ തൊട്ട് താഴെ അടുത്ത പോയിൻ്റ്, നിർമ്മാണ ചുമതല വഹിച്ചത്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ചത്. യെസ്, നിർമ്മാണ ചുമതല വഹിച്ചതാണ് ആര്? ആൻസർ ഇതാണ്. നിർമ്മാണ ചുമതല രൂപകൽപ്പന HCP ഡിസൈൻ. നിർമ്മാണ ചുമതല, നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് ടാറ്റ. യെസ്, അതാണ് ടാറ്റ. യെസ്, ടാറ്റയാണ് നിർമ്മാണ ചുമതല വഹിച്ചത്. ഓക്കെ തന്നെ. അത് ആ ഉദ്ഘാടനം നടന്ന ദിവസം കേട്ടോ, പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ദിവസം ഈ നിർമ്മാണത്തിൽ പങ്കെടുത്ത കുറേ വ്യക്തികൾക്ക് നരേന്ദ്രമോദി ആദരവൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. നിർമ്മാണ ചുമതല വഹിച്ചത് ടാറ്റ, പക്ഷേ രൂപകൽപ്പന, അതിൻ്റെ പ്ലാന് സംഭവങ്ങളെല്ലാം കൂടെ തയ്യാറാക്കിയത് HCP ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ്. ശില്പി എന്നെടുത്ത് ചോദിച്ചാൽ ബിമൽ പട്ടേൽ അല്ലെങ്കിൽ ബിമൽ ഹസ്മുഖ് പട്ടേൽ. ആ 3 പോയിന്റുകൾ അതാണ് അടുപ്പിച്ച് തന്നത്. കൺഫ്യൂഷൻ വരരുത്, ക്ലിയറായിട്ട് പഠിച്ചു വെച്ചോളൂ. ഓക്കെ അല്ലേ? ടാറ്റയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. യെസ്, എഴുതിയെത്തുന്നുണ്ടോ? ടാറ്റ. ക്ലിയർ തന്നെയല്ലോ? യെസ്, പോവാം. തൊട്ട് താഴെ ടാറ്റയുടെ കീഴിലുള്ള, അല്ലെങ്കിൽ ടാറ്റ നിർമ്മിച്ച് നൽകിയ കേരളത്തിലെ ആദ്യത്തെ കോവിഡ് ഹോസ്പിറ്റൽ. ടാറ്റ നിർമ്മിച്ച് നൽകിയ കേരളത്തിലെ ആദ്യത്തെ കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്നത് ചോദിച്ചില്ല. ടാറ്റ നിർമ്മിച്ച് നൽകിയ കേരളത്തിലെ ആദ്യത്തെ കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്നത് ചോദിച്ചില്ല. യെസ്, ടാറ്റയുടെ കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്ന സ്ഥലം എവിടെ? കാസർഗോഡ്. യെസ്, കറക്റ്റ് ഉത്തരം കാസർഗോഡ്. യെസ്, കറക്റ്റാണ് ഉത്തരം കാസർഗോഡ്.
സപ്തഭാഷാ സംഗമ ഭൂമി എല്ലാവരും കേട്ടിട്ടുണ്ടോ? കാസർഗോഡ് ജില്ലയാണ് ഇത്. കേരളത്തിൽ ദൈവത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ജില്ല എല്ലാം കാസർഗോഡാണ്. ഓക്കെ, അപ്പോൾ ടാറ്റ കോവിഡ് ഹോസ്പിറ്റൽ നിലവിലുന്ന സ്ഥലം കാസർഗോഡ് ജില്ല, കേരളത്തിൻ്റെ വടക്കേറ്റത്തെ ജില്ല. ക്ലിയർ? യെസ്. തൊട്ട് താഴെ എഴുതിക്കോ. അടുത്ത പോയിന്റ്, 2 കോവിഡ് ഹോസ്പിറ്റലുകൾ നമ്മൾ അവിടുന്ന് പരിചയപ്പെട്ടു. കേരള പോലീസിന് വേണ്ടിയുള്ള 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 കേരളത്തിലെ ആദ്യ കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്ന സ്ഥലം. കേരള പോലീസിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്ന സ്ഥലം. കേരള പോലീസിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്ന സ്ഥലം. കേരള പോലീസ് കോവിഡ് ഹോസ്പിറ്റൽ വന്ന സ്ഥലം എവിടെ? ഒന്ന് ആൻസർ ചെയ്താണ് കാണിട്ട്. കേരള പോലീസ് കൊച്ചി. യെസ്. എറണാകുളം. കൊച്ചി. കറക്റ്റ് ആൻസർ. യെസ്. അപ്പോൾ എഴുതൂ. ഉത്തരം കൊച്ചിയാണ്, എറണാകുളമാണ്. കേരള പോലീസ് കോവിഡ് ഹോസ്പിറ്റൽ കൊച്ചി, എറണാകുളം. കൊച്ചി, എറണാകുളം. കൊച്ചി, എറണാകുളം. ഓക്കെ എന്നല്ലോ? യെസ്. തൊട്ട് താഴെ മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടെ നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചു. കേരളത്തിൽ കുട്ടികൾക്കായുള്ള ആദ്യ കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്നു. കേരളത്തിൽ കുട്ടികൾക്കായിട്ടുള്ള കേരളത്തിൽ കുട്ടികൾക്കായിട്ടുള്ള ആദ്യ കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്ന സ്ഥലം. എവിടെ സ്ഥലം ഒന്ന് ചെയ്യാൻ ആൻസർ ചെയ്യാൻ നോക്കൂ. കേരളത്തിൽ കുട്ടികൾക്ക് അമ്മന്നൂർ. യെസ്. ഐശ്വര്യ AB. യെസ്. അമ്മന്നൂർ കറക്റ്റ് ഉത്തരമാണ്. ഏത് ജില്ലയാണ്? ഐശ്വര്യ അതിൻ്റെ ആൻസർ ഉണ്ടെന്ന് പറയൂ. അമ്മന്നൂർ ഏത് ജില്ല? അമ്മന്നൂർ ഏത് ജില്ല? കോട്ടയം ജില്ല. യെസ്. കിട്ടില്ല. അപ്പോൾ എഴുതൂ. ഉത്തരം അമ്മന്നൂർ, കോട്ടയം. അമ്മന്നൂർ, കോട്ടയം. അമ്മന്നൂർ, കോട്ടയം ജില്ല. അമ്മന്നൂർ, കോട്ടയം ജില്ല. ക്ലിയർ ആണ്? ഓക്കെ. അമ്മയും കുഞ്ഞും അങ്ങനെ ഓർത്താൽ മതി. അമ്മയും കുട്ടിയും. കുട്ടികൾക്കായുള്ള കോവിഡ് ഹോസ്പിറ്റൽ അമ്മന്നൂർ, കോട്ടയം ജില്ല. ഓക്കെ, അമ്മന്നൂർ, കോട്ടയം ജില്ല. അപ്പോൾ 3 ക്ലിയർ ആക്കി വെച്ചോണേ. അപ്പോൾ ടാറ്റ കോവിഡ് ഹോസ്പിറ്റൽ കാസർഗോഡ്, കുട്ടികൾക്കായുള്ള കോവിഡ് ഹോസ്പിറ്റൽ അമ്മന്നൂർ, കോട്ടയം, കേരള പോലീസിന് വേണ്ടിയുള്ളത് കൊച്ചി, എറണാകുളം. ക്ലിയർ ആണ്? അതാണ് തരുന്ന അതേ ഓർഡറിൽ അങ്ങ് പഠിക്കുക കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂഷനാവും. ആ തരുന്ന അതേ ഓർഡറിൽ ആ 3 കോവിഡ് ഹോസ്പിറ്റൽ ഒരുമിച്ച് പഠിച്ചങ്ങ് വെച്ചേക്കുക. കിട്ടുമല്ലോ? യെസ്. തൊട്ട് താഴെ അടുത്ത പോയിൻ്റായിട്ട് എഴുതിക്കോ. നമ്മൾ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്, അതും കൂടെ ആഡ് ചെയ്തോളണം. ആകെ തുക, അല്ലെങ്കിൽ ആകെ ചെലവഴിക്കുന്ന തുക, അല്ലെങ്കിൽ ആകെ ചെലവഴിച്ച തുക. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ എത്ര കോടിയാണ് ചെലവഴിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. എത്ര കോടിയാണ് ചെലവഴിച്ചത്? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് എത്ര കോടി ചെലവഴിച്ച? ഇഷ്ടപ്പെട്ടൊരു കോടി പറ. ഇഷ്ടപ്പെട്ടൊരു ഉത്തരം പറയാക്കട്ടെ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് കേന്ദ്ര സർക്കാർ ചെലവഴിച്ച എത്ര കോടി രൂപയാണ്? എത്ര കോടി രൂപ ചെലവഴിച്ചത്? യെസ്. കേട്ടിട്ടില്ല? 971 കോടി കേട്ടോ. 971 ക്രോർ. ഓക്കെ, 971 കോടിയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത്. ഓക്കെ, 971 കോടി. 971 കോടി. 971 കോടി. ക്ലിയർ അല്ലേ? 971 കോടിയാണ് ചെലവഴിച്ചത്. എഴുതിയെത്തിയാം? ഓക്കെ അല്ലേ? 971 കോടി എഴുതിയെത്തിയാം? യെസ്. ഫൗസിയ സിറാജ്. യെസ്. ഓക്കെ. കിട്ടുന്നില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ, മാക്സിമം ചോദിക്കുക. റിപ്പീറ്റ് അടിച്ച് നമ്മൾ പറയും. യെസ്. അപ്പോൾ അടുത്ത ചോദ്യം എഴുതിക്കോ. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലത്ത് വിരിക്കാൻ ഉപയോഗിക്കുന്ന പരവതാനിയുടെ പേര്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലത്ത് വിരിക്കാൻ ഉപയോഗിക്കുന്ന പരവതാനിയുടെ പേര്. യെസ്. പരവതാനിയുടെ പേരൊന്ന് ഓർക്കാമോ? എവിടെ നിർത്തുമെന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലത്ത് വിരിക്കാൻ ഉപയോഗിക്കുന്ന പരവതാനിയുടെ പേര് കാൽബാഫി പരവതാനി. ഐശ്വര്യ AB. യെസ്, കറക്റ്റാണ്. ഉത്തരം കാൽബാഫി പരവതാനി. കറക്റ്റ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഓർത്ത് വെച്ചോളാം. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഫ്ലോറിൽ അല്ലെങ്കിൽ ഉപയോഗിച്ച ഫ്ലോർ മാറ്റ് ഏതാണെന്ന് വെച്ചാൽ കാൽബാഫി പരവതാനി. ബ്രാക്കിൽ എഴുതിക്കോളണം നിർമ്മിച്ച് നൽകുന്ന ആരാണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? കാൽബാഫി പരവതാനി നിർമ്മിച്ചു കൊടുത്താൽ ജമ്മു കാശ്മീർ. ഐശ്വര്യ AB വിജി പ്രസാദ്. യെസ്, കറക്റ്റ്. ജമ്മു കാശ്മീരാണ് ഉത്തരം. യെസ്, ഉത്തരം ജമ്മു കാശ്മീരാണ് നിർമ്മിച്ച് നൽകുന്നത്. ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ പോയിന്റുകളെല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഐശ്വര്യ. യെസ്. ഓക്കെ. യെസ്.
അടുത്ത പോയിന്റ് തൊട്ട് താഴെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ അടുത്തിടെ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ അടുത്തിടെ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ അടുത്തിടെ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചത് ഇവിടെ സ്ഥാപിച്ചത് എന്താണ് പറയുന്നു പറഞ്ഞാണോ ഒന്ന് ആൻസർ ചെയ്യൂ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മോടി കൂട്ടാൻ ഭംഗി കൂട്ടാൻ വേണ്ടി മേൽക്കൂരയിൽ സ്ഥാപിച്ചത് എന്താണ്? സിംഹമുദ്ര. യെസ്, വിജി പ്രദീപ്, ഐശ്വര്യ എ ബി, ഫൗസിയ സിറാജ്. കറക്റ്റ്, സിംഹമുദ്ര. യെസ്, ഉത്തരം സിംഹമുദ്രയാണ്. സിംഹമുദ്രയാകുന്നു. സിംഹമുദ്ര കിട്ടുമല്ലോ. ഇന്ത്യയുടെ ഔദ്യോഗിക മുദ്ര അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ മുദ്രയാണ് സിംഹമുദ്ര. കിട്ടുമല്ലോ. യെസ്, സിംഹമുദ്ര. ക്ലിയർല്ലേ? തൊട്ട് താഴെ സിംഹമുദ്ര സ്ഥാപിച്ച ദിവസം. 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 ആ ദിവസം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? സിംഹമുദ്ര സ്ഥാപിച്ചതെന്നാണെന്ന്. ഡിസംബർ 10 തറക്കല്ലിട്ടു. സിംഹമുദ്ര 2022 ജൂലൈ. ഐശ്വര്യ എ ബി, ഡേറ്റും കൂടെ പറ. 2022 ജൂലൈ ഏത് ദിവസം? ജൂലൈ. ഐശ്വര്യ ജൂലൈ 11. യെസ്, കറക്റ്റ്. 2022 ജൂലൈ 11. യെസ്, അങ്ങനെ പഠിക്കണം. ഓക്കെ റിപ്പീറ്റ് അടിച്ച് മാക്സിമം വായിക്കുക, മാക്സിമം പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക, അപ്പോഴേക്കും പഠിക്കും. ഓക്കെ, 2022 ജൂലൈ മാസം 11-ാം തീയതിയാണ് സ്ഥാപിച്ചത് ആര് തന്നെയാണ്? മോദി തന്നെയാണ് സ്ഥാപിച്ചത് കേട്ടോ. യെസ്, പ്രധാനമന്ത്രി മോദി തന്നെയാണ് അത് സ്ഥാപിച്ചത് എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. 2022 ജൂലൈ 11 നരേന്ദ്രമോദി. ഓക്കെ, എന്നെ എഴുതിയെത്തിയാം. ഓക്കെയാണ്. ഐശ്വര്യ, ഫൗസിയ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ പോവാം. അടുത്ത പോയിന്റ് എഴുതിക്കോ. തൊട്ട് താഴെ സിംഹമുദ്രയുടെ ഉയരം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? സിംഹമുദ്രയുടെ ഉയരം എത്ര മീറ്ററാണ്? സിംഹമുദ്രയുടെ ഉയരം എത്ര മീറ്ററേ? സിംഹമുദ്രയുടെ ആകെ ഉയരം എത്ര മീറ്റർ ഒന്ന് കമൻറ്റ് ചെയ്യൂ. 6.5. വിജി പ്രദീപ്. യെസ്, കറക്റ്റാണ്. 6.5. യൂണിറ്റ് എന്തോന്ന്? യൂണിറ്റ് മീറ്റർ. ഓക്കെ, 6.5 മീറ്റർ. 6.5 മീറ്റർ ആയിരുന്നു ഉയരം. യെസ്, 6.5 മീറ്റർ ആയിരുന്നു അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. നരേന്ദ്രമോദിയാണ് സ്ഥാപിച്ചത്. സിംഹമുദ്രയാണ് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മേൽക്കൂരയിൽ അടുത്തിടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. അത്രേ പറഞ്ഞോളൂ, സിമ്പിളാണ്. തൊട്ട് താഴെ സിംഹമുദ്രയുടെ ഭാരം അല്ലെങ്കിൽ വെയിറ്റ്. സിംഹമുദ്രയുടെ ഭാരം. യെസ്, ഒന്ന് കമൻറ്റ് ചെയ്താണ്. എത്ര കിലോ ഉണ്ടായിരുന്നു സിംഹമുദ്രയുടെ ഭാരം? 9500 കിലോഗ്രാം. യെസ്, കറക്റ്റാണ്. 9 പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, സന്തോഷം. 9500 കിലോഗ്രാം. യെസ്, 9500 കിലോഗ്രാം. 9500 കിലോഗ്രാമാണ് അതിൻ്റെ ഭാരം. 9500 കിലോഗ്രാമാണ് അതിൻ്റെ ഭാരം. യെസ്, കിട്ടുമല്ലോ. അടുത്ത പോയിന്റ്, പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ദിവസം. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ദിവസം അല്ലെങ്കിൽ നാടിന് സമർപ്പിച്ച വർഷം. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ദിവസം അതങ്ങ് എഴുതിയാൽ മതി. ഉദ്ഘാടനം ചെയ്ത ദിവസം. ആ ഡേറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഇമ്പോർട്ടൻ്റ് ഡേറ്റാണ്, ഒരു കാരണവശാലും മറന്നു പോകരുത്. 2023. ഐശ്വര്യ എ ബി, കറക്റ്റ്. വിജി പ്രദീപ്, കറക്റ്റ്. 2023 മെയ് 28. ഫൗസിയ ഫെമി മുസ്തഫ. യെസ്, മെയ് 28 2023 ഓർത്ത് വെച്ചോളണം. 2023 ഈ വർഷമാണ്. 2023 മെയ് മാസം 28-ാം തീയതി ഉദ്ഘാടന കർമ്മം നടന്നു. ഓക്കെ, 2023 മെയ് മാസം 28-ാം തീയതി ഉദ്ഘാടനം നടന്നു. ഓക്കെ അല്ലേ? മെയ് മാസം 28-ാം തീയതി അതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളെല്ലാം നടന്നു. ഓക്കെ, യെസ്, പോവാം. അടുത്ത പോയിന്റ്, പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച്
പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം, കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കോയിൻ അല്ലെങ്കിൽ നാണയം എത്ര രൂപയുടേതായിരുന്നു? എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? ഒന്ന് കമൻറ്റ് ചെയ്യൂ. യെസ്, ഐശ്വര്യ ബി, വിജി പ്രദീപ് കറക്റ്റാണ്. 75 രൂപ. യെസ്, കറക്റ്റ് ഉത്തരം. 75 രൂപ പുറത്തിറക്കിയ നാണയം 75 രൂപ. 75 രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. ബ്രാക്കിൽ എഴുതിക്കൊള്ളണം. ഒപ്പം എന്തുകൂടെ പുറത്തിറക്കി? 75 രൂപയ്ക്കൊപ്പം സെൻട്രൽ വിസ്തയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ്. യെസ്, ഫൗസിയ സിറാജ് കറക്റ്റാണ്. സ്റ്റാമ്പ്. ഒപ്പം തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി. ഒപ്പം തപാൽ സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട്. യെസ്, ക്ലിയർ തന്നെ. ഓക്കെ തന്നെ ഇതിലൂടെ പറഞ്ഞ പോയിന്റുകൾ? യെസ്, ക്ലിയർ തന്നെയല്ലോ, അത് മതി. യെസ്, അടുത്ത പോയിന്റ് ശ്രീ ബി, എസ്, വിജി പ്രദീപ്. ഓക്കെ, അടുത്ത പോയിന്റ് പോവാം. അടുത്ത പോയിന്റ് എഴുതിക്കോ. സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട്. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേര്. 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 പുതിയ പേര് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാമോ? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേര് സംവിധാൻ. ഏകദേശം അടുത്തെത്തി. ഐശ്വര്യ ബി ഏകദേശം അടുത്തെത്തി. സംവിധാനല്ല, അടുത്ത ആൾ ഫൗസിയ. കമൻറ്റ് ചെയ്യാമോ? ഫൗസിയ കമൻറ്റ് ചെയ്യാമോ? നോക്കൂ, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേര് സംവിധാൻ. ഐശ്വര്യ ബി കറക്റ്റ്. സംവിധാൻ സദൻ. യെസ്, സംവിധാൻ സദൻ. ഓക്കെ, ബോർഡിലുണ്ട്, ക്ലിയർ ആയിട്ട് എഴുതിയെടുത്തോളാം. സംവിധാൻ സദൻ. തെറ്റരുതേ. സംവിധാനമൊന്നുമല്ല, സംവിധാൻ സദൻ എന്ന് കേന്ദ്ര സർക്കാർ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. 2023 മെയ് മാസം 28-ാം തീയതിയാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് ഞാൻ പറഞ്ഞു. ക്ലിയർലേ, മോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. കിട്ടുമല്ലോ. ലാസ്റ്റ് പോയിന്റ്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ കവാടങ്ങളുടെ പേര്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ കവാടങ്ങളുടെ പേര് ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? 3 കവാടങ്ങളാണ് ഉണ്ടെന്ന് പറഞ്ഞു. ഓർമ്മയുള്ളവർക്കൊന്ന് പറയാമോ? പാർലമെൻറ്റ് മന്ദിരത്തിലെ കവാടങ്ങളുടെ പേരെന്ന് പറയാമോ? യെസ്, നോക്കൂ. ഞാൻ, ശക്തി, വിജി പ്രസാദ്. ശക്തി മാത്രം, വിജി പ്രസാദ്, ശക്തി മാത്രം. ജ്ഞാനദ്വാർ, ശക്തിദ്വാർ. ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. അതാണ് 3 കവാടങ്ങൾ കൂടി എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വച്ചേക്കാം. ക്ലിയർലേ? ഇതാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൽ പറയാനുള്ളത്. ക്ലിയർലേ? അപ്പോൾ അടിയിൽ നീട്ടി വരച്ച് ക്ലോസ് ചെയ്ത് കിട്ടുക. ഓക്കെ ആണോ? അത്രയും പോയിന്റ് കിട്ടിയാൽ നമ്പർ ഇട്ടല്ലേ പോയിന്റ്. എത്ര പോയിന്റ് ഉണ്ട്? എത്ര പോയിന്റ് ഒന്നൊന്ന് പറയാമോ? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എത്ര പോയിന്റ് ഒന്ന് പറയാൻ പറ്റുമോ? എത്ര പോയിന്റ് എഴുതിയിട്ടുണ്ട്? ഞാൻ നമ്പർ ഇട്ട് എഴുതാനല്ലേ പറഞ്ഞിരുന്നത്. എത്ര പോയിന്റ് ഉണ്ടെല്ലാം കൂടെ സെൻട്രൽ വിസ്ത? എത്ര പോയിന്റ് വന്നു? ഏകദേശം 33ഓളം പോയിന്റുകൾ. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, അതിൽ മാർക്ക് ചെയ്യേണ്ട പോയിന്റുകളെന്ന് പറയുന്നത് ആ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസം കേട്ടോ. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തോളൂ. അതിൻ്റെ അകത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസം ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞില്ലേ 2023 മെയ് 28. അത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ. അതൊന്ന് മാർക്ക് ചെയ്തോളൂ. 2023 മെയ് മാസം 28 അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്തിട്ടുണ്ടോ? ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി. 2023 മെയ് മാസം 28 അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. തൊട്ട് താഴെ സെൻട്രൽ വിസ്തയുടെ ശില്പി ബിമൽ ഹസ്മുഖ് പട്ടേൽ. ആ പേര് മറന്നു പോരുത് കേട്ടോ. ബിമൽ ഹസ്മുഖ് പട്ടേൽ മാർക്ക് ചെയ്തോ?
ബിമൽ ഹസ്മുഖ് പട്ടേൽ. ഓക്കെ അല്ലേ, ചെയ്തിട്ടുണ്ടായിരുന്നോ? ബിമൽ ഹസ്മുഖ് പട്ടേൽ ഏറ്റവും അവസാനം അടുപ്പിച്ച് കാണുക പോയിട്ട്. ബിമൽ ഹസ്മുഖ് പട്ടേൽ. യെസ്. പിന്നെ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര രൂപ? 75 രൂപ. യെസ്. ആ 3 ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർത്തു ചെയ്യുക. ഓക്കെ ആണോ? സെൻട്രൽ വിസ പ്രോജക്റ്റ് ക്ലിയർ ആണോ? എന്താണ് സംഭവം എന്നുള്ളത് ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് വരിക. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടോ. അടുത്ത ടോപ്പിക്ക് പറയട്ടോ. യെസ്. അപ്പോൾ അത് ഒന്ന് ക്ലോസ് ചെയ്തിട്ടേക്ക് കേട്ടോ. എന്നിട്ട് തൊട്ട് താഴെ അടുത്ത ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടോ. അടുത്ത ഹെഡിങ് ആയിട്ട് കൊടുത്തോളണം സുഗതകുമാരി എന്ന് ഹെഡിങ് കൊടുക്കണം. സുഗതകുമാരി എന്ന് ഹെഡിങ് കൊടുക്കണം. യെസ്. ഓക്കെ തന്നെ. ഇവിടെ ആരാണ് സുഗതകുമാരി എന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ആരാണ് സുഗതകുമാരി എന്ന് വേണം ഫസ്റ്റ് ചോദ്യം ചോദിക്കേണ്ടത്. ആരാണ് സുഗതകുമാരി എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രശസ്തയായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകയും കവയത്രിയും ആയിരുന്ന വ്യക്തിയാണ് സുഗതകുമാരി. കിട്ടുമല്ലോ? യെസ്. അപ്പോൾ ക്ലിയറാണ്. പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു, കവയത്രിയായിരുന്നു. ഈ വൃക്ഷങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച മലയാളി വനിതയായിരുന്നു സുഗതകുമാരി. സുഗതകുമാരി മരണപ്പെട്ടു പോയി. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ കൂടെ എഴുതി വരണം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് കൂടെ എഴുതി വരാമോ? ഓക്കെ അല്ലേ? ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോ. ഫസ്റ്റ് പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ്. യെസ്. സുഗതകുമാരിയുടെ പേരിലുള്ള കേരളത്തിലെ ആദ്യ സ്മാരകം നിലവിൽ വന്ന സ്ഥലം. സുഗതകുമാരിയുടെ പേരിലുള്ള കേരളത്തിലെ ആദ്യ സ്മാരകം നിലവിൽ വന്ന സ്ഥലം. സുഗതകുമാരിയുടെ പേരിലുള്ള കേരളത്തിലെ ആദ്യത്തെ സ്മാരകം നിലവിൽ വന്ന സ്ഥലം. യെസ്. ഒന്ന് കമൻറ്റ് ചെയ്യാമോ? എവിടെയാണ് സ്മാരകം നിലവിൽ വന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? സുഗതകുമാരിയുടെ പേരിലുള്ള കേരളത്തിലെ ആദ്യത്തെ സ്മാരകം എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? സുഗതകുമാരിയുടെ പേരിലുള്ള കേരളത്തിലെ ആദ്യത്തെ സ്മാരകം നിലവിൽ വന്ന സ്ഥലം. ഫസ്റ്റ് ചോദ്യം, ചോദ്യചിഹ്നം. നിലവിൽ വന്ന സ്ഥലം എവിടാ? ഒരു ക്ലൂ പറയാം ഞാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്താണ്. എവിടാ? ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര. യെസ്. അപ്പോൾ എഴുതൂ. സുഗതകുമാരിയുടെ പേരിലുള്ള ആദ്യത്തെ സ്മാരകം നിലവിൽ വന്ന സ്ഥലം നെയ്യാറ്റിൻകര. ഒന്നാമത്തെ ചോദ്യം ക്ലിയർ തന്നെ, പഠിച്ച ഓക്കെ അല്ലേ? സുഗതകുമാരിയുടെ പേരിലുള്ള കേരളത്തിലെ ആദ്യത്തെ സ്മാരകം നിലവിൽ വന്ന സ്ഥലം എവിടാ? നെയ്യാറ്റിൻകര. ക്ലിയർ അല്ലല്ലോ? തൊട്ട് താഴെ രണ്ടാമത്തെ പോയിന്റ്, സുഗതകുമാരിയുടെ ജന്മസ്ഥലം എഴുതി വെച്ചോണം. സുഗതകുമാരിയുടെ ജന്മസ്ഥലം. സുഗതകുമാരിയുടെ ജന്മസ്ഥലം. സുഗതകുമാരിയുടെ ജന്മസ്ഥലം. ജന്മസ്ഥലം എവിടാ? സുഗതകുമാരിയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലം എവിടാ? ആ പേരിൽ പ്രശസ്തമായിട്ടുള്ള ഒരു കണ്ണാടിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏത് കണ്ണാടി കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ പ്രശസ്തമായ ഏതെങ്കിലും ഒരു കണ്ണാടി കേട്ടിട്ടുണ്ടോ? ഏത് കണ്ണാടി? ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? ജന്മസ്ഥലം ആറന്മുള. യെസ്, കറക്റ്റാണ്. ജന്മസ്ഥലം ആറന്മുളയാണ് കേട്ടോ. യെസ്, ആറന്മുള. ആറന്മുള ഏത് ജില്ലയിലാണ്? ആറന്മുള പത്തനംതിട്ട. യെസ്. അപ്പോൾ സുഗതകുമാരിയുടെ ജന്മസ്ഥലം ആറന്മുള പത്തനംതിട്ട. അപ്പോൾ ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളണം. ജന്മസ്ഥലം ആറന്മുള പത്തനംതിട്ട. ഓക്കെ അല്ലേ? ആറന്മുള പത്തനംതിട്ട. ആറന്മുള പത്തനംതിട്ട. യെസ്, എഴുതിയെത്തിയ ഓക്കെ. ജനിച്ചത് പത്തനംതിട്ട ആറന്മുള, പക്ഷേ സ്മാരകം നിലവിൽ വന്നത് നെയ്യാറ്റിൻകര തിരുവനന്തപുരം. അതാണ് ട്വിസ്റ്റ്. കിട്ടുമല്ലോ? ആ രണ്ട് ചോദ്യങ്ങൾ അവിടെ നിന്ന് കിട്ടണം. തൊട്ട് താഴെ സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി. സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി. സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി. സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി. സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി കേരളത്തിലുടനീളം. കേരളത്തിലുടനീളം. കേരളത്തിലുടനീളം വൃക്ഷത്തൈകൾ നട്ട പരിപാടിയുടെ പേര്.
കേരളത്തിലുടനീളം വൃക്ഷത്തൈകൾ നട്ട പരിപാടിയുടെ പേര്. സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി കേരളത്തിലുടനീളം വൃക്ഷത്തൈകൾ നട്ട പരിപാടിയുടെ പേര്. ക്ലിയർ തന്നെ. അപ്പോൾ ആ പരിപാടിയുടെ പേര് നിങ്ങളൊന്ന് എഴുതി വെച്ചോളണം. സുഗതം ഹരിതം കിട്ടുമല്ലോ. അപ്പോൾ 3 പോയിന്റ്. ജന്മസ്ഥലം പത്തനംതിട്ട ആറന്മുള, സ്മാരകം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര, മൂന്നാമത് മരണത്തിന് ശേഷമാണ്, മരിച്ചതിന് ശേഷം ആദരസൂചകമായി കേരളത്തിലുടനീളം വൃക്ഷത്തൈകൾ നട്ട പരിപാടിയുടെ പേര് സുഗതം ഹരിതം. അതാണ് 3 പോയിന്റ്. കിട്ടുമല്ലോ. തൊട്ട് താഴെ അടുത്ത പോയിന്റ് ആദരസൂചകമായി. എല്ലാം സുഗതകുമാരിയുടെ പോയിന്റുകളാണ്. സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി 2 ജില്ലകളാണ് എഴുതിയിരിക്കുന്നത്. തൃശ്ശൂർ കണ്ണൂർ ജില്ലകളിൽ ആദരസൂചകമായി തൃശ്ശൂർ കണ്ണൂർ ജില്ലകളിൽ 100 ഇനത്തിൽപ്പെട്ട മാവുകൾ 100 ഇനത്തിൽപ്പെട്ട മാവുകൾ നട്ട പരിപാടിയുടെ പേര്. 100 ഇനത്തിൽപ്പെട്ട മാവുകൾ നട്ട പരിപാടിയുടെ പേര്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്. ആ പരിപാടിയുടെ പേര് അല്ലെങ്കിൽ ആ പദ്ധതിയുടെ പേര് നാട്ടുമാന്തോപ്പുകൾ. കിട്ടോ? സിമ്പിൾ പോയിന്റ് അല്ലേ? കൂടെ എഴുതിയങ്ങ് പഠിച്ചാൽ മതി. സിമ്പിളാണ്. അപ്പോൾ ജന്മസ്ഥലം പത്തനംതിട്ട ആറന്മുള, സ്മാരകം നിലവിൽ വന്നത് എവിടാ? സ്മാരകം വന്നത് നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. ആദരസൂചകമായി കേരളത്തിൽ ഉടനീളം വൃക്ഷത്തൈകൾ നട്ടത് സുഗതം ഹരിതം. ആദരസൂചകമായി തൃശ്ശൂർ കണ്ണൂർ ജില്ലകളിൽ 100 ഇനത്തിൽപ്പെട്ട മാവുകൾ നട്ട പരിപാടിയുടെ പേര് ചോദിച്ചാൽ നാട്ടുമാന്തോപ്പുകൾ. അതാണ് 4 പോയിന്റ് ഓർത്ത് വെച്ചേക്കേണ്ടത്. കിട്ടുമല്ലോ. സിമ്പിൾ പോയിന്റുകളാണ്. റിപ്പീറ്റ് അടിച്ച് വായിച്ചാൽ മാത്രം മതി. ഒന്നുമില്ല എൻ്റെ അകത്ത്. ഓക്കെ അല്ലേ? എഴുതിയെത്തിയാൽ ഫൗസിയ, വിജി, പ്രദീപ് എഴുതിയെത്തുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയറിൽ? ഓക്കെ അല്ലേ? യെസ്. പോവാം. അടുത്ത പോയിന്റ് തൊട്ട് താഴെ. അടുത്ത പോയിന്റ് എഴുതിക്കോ. അടുത്ത പോയിന്റ് കേരള സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിത കേന്ദ്രമാക്കാൻ ഒരുങ്ങുന്ന സുഗതകുമാരിയുടെ ഔദ്യോഗിക ഭവനത്തിൻ്റെ പേര്. പത്തനംതിട്ട ആറന്മുളയിലുള്ള വീട്ടുപേരാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഔദ്യോഗിക ഭവനം അത് ഏറ്റെടുത്ത് കേരള സർക്കാർ സ്മാരകമാക്കാൻ വേണ്ടി പോവുകയാണ്. വീട്ടുപേര് കേട്ടിട്ടുണ്ടോ? സുഗതകുമാരിയുടെ വീട്ടുപേര് ഫൗസിയ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫൗസിയ, വിജി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സുഗതകുമാരിയുടെ ഔദ്യോഗിക ഭവനത്തിൻ്റെ പേര്, വീട്ടുപേര് പത്തനംതിട്ട ആറന്മുള. എന്താണ് പേര്? സാഹിത്യ ഫൗസിയ സിറാജ്. എത്തിയില്ല. സാഹിത്യ കുടീരം പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേരാണ്. യെസ്. സുഗതകുമാരിയുടെ വീട്ടുപേര് കേട്ടിട്ടില്ല. യെസ്. അപ്പോൾ എഴുതി വെച്ചോ. വാഴുവേലിൽ തറവാട്. ഓക്കെ. സംരക്ഷിത കേന്ദ്രമാക്കാൻ ഒരുങ്ങുന്ന സുഗതകുമാരിയുടെ വീട്ടുപേരാണ് കേട്ടോ. വാഴുവേലിൽ തറവാട്, പത്തനംതിട്ട ആറന്മുളയാണ് സ്ഥലം. ഓക്കെ തന്നെ എഴുതിയെത്തിയാൽ വാഴുവേലിൽ തറവാട്. ഫൗസിയ പറഞ്ഞ സാഹിത്യ എന്ന് പറഞ്ഞ സാഹിത്യ കുടീരം. ആ പേരിലൊരു നവോത്ഥാന നായകൻ്റെ വീട്ടുപേരാണ് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പൻ എന്ന് നമ്മൾ പറയും. ഓക്കെ. നമ്മൾ കേരള ലിങ്കൺ എന്നൊക്കെ പറയത്തില്ലേ? പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേരാണ് സാഹിത്യ കുടീരം എന്ന് പറയുന്നത് കേട്ടോ. ഫൗസിയ സിറാജ്. ഓക്കെ. യെസ്. സുഗതകുമാരിയുടെ വീട്ടുപേര് വാഴുവേലിൽ തറവാട്. ക്ലിയർലി? തൊട്ട് താഴെ സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലത്ത് സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലത്ത് നിൽക്കുന്ന ആൽമരത്തിന് നൽകിയ പേര്. സുഗതകുമാരിയുടെ ആദരസൂചകമായി
തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ആല് നിൽപ്പുണ്ട് ആ ജംഗ്ഷനിലായിട്ട് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലത്ത് നിൽക്കുന്ന ആൽമരത്തിന് നൽകിയ പേര്, ആൽമരത്തിന് നൽകിയ പേര്. യെസ്, ആ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആൽമരത്തിൻ്റെ പേരാണ് സുഗതസ്മൃതി. ഓക്കെ, സുഗതസ്മൃതി ആൽമരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. സുഗതസ്മൃതി ആൽമരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? എന്താണ് സുഗതസ്മൃതി ആൽമരം എന്നറിയപ്പെടുന്നത്? ശാസ്തമംഗലത്തെ, തിരുവനന്തപുരം ജില്ലയുടെ ശാസ്തമംഗലത്തെ ആൽമരത്തിന് സുഗതകുമാരിയുള്ള ആദരസൂചകമായി നൽകിയ പേരാണ് ആൽമരത്തിൻ്റെ പേര്. ഓക്കെ അല്ലേ? യെസ്, എഴുതിയെത്തുന്നുണ്ടോ? ആൽമരത്തിന് നൽകിയ പേര് സുഗതസ്മൃതി മരം. യെസ്, ക്ലിയർ. ഐശ്വര്യ ബി, വിജി പ്രദീപ്, ഫൗസിയ. യെസ്, പോവാ. അടുത്ത പോയിന്റ്, ആദരസൂചകമായി. എല്ലാം സുഗതകുമാരി തന്നെയാണ് കേട്ടോ. ആദരസൂചകമായി മരണത്തിന് ശേഷവും ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എല്ലാം സുഗതകുമാരിയോടുള്ള ആദരസൂചകമായിട്ടാണ്. ആദരസൂചകമായി കേരള PSCയുടെ ആസ്ഥാന മന്ദിരത്ത്, ഓക്കെ, കേരള PSCയുടെ ആസ്ഥാന മന്ദിരത്ത് നിലവിൽ വന്ന, കേരള PSCയുടെ ആസ്ഥാന മന്ദിരത്ത് നിലവിൽ വന്ന, കേരള PSCയുടെ ആസ്ഥാന മന്ദിരത്ത് നിലവിൽ വന്ന, കേരള PSCയുടെ ആസ്ഥാനം എവിടെ? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? കേരള PSCയുടെ ആസ്ഥാനം എവിടെ? PSC അല്ലേ പഠിക്കുന്നത്? കേരള PSCയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ യെസ്, തിരുവനന്തപുരം പട്ടം. യെസ്, തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്തുള്ള തുളസി ഹിൽസ് എന്ന് പറയും കേട്ടോ. തുളസി കുന്നുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ കേട്ടു വെച്ചിരുന്നാൽ മതി. സുഗതകുമാരിയുടെ ആദരസൂചകമായി കേരള PSCയുടെ ആസ്ഥാന മന്ദിരത്ത് നിലവിൽ വന്ന, ഇതാ നോക്കൂ, QR കോഡ് അധിഷ്ഠിത ശലഭ പാർക്കിൻ്റെ പേര്. QR കോഡ് അധിഷ്ഠിത ശലഭ പാർക്കിൻ്റെ പേര്. QR കോഡ് അധിഷ്ഠിത ശലഭ പാർക്കിൻ്റെ പേര്. യെസ്, QR കോഡ് അധിഷ്ഠിത ശലഭ പാർക്കിൻ്റെ പേര്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സുഗതകുമാരിയുടെ ആദരസൂചകമായി വരുന്ന QR കോഡ് അധിഷ്ഠിത ശലഭ പാർക്കിൻ്റെ പേര്. എന്താണ് ആ പാർക്കിൻ്റെ പേരെന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ശലഭ പാർക്കിൻ്റെ പേര് ഒന്ന് പറയാൻ പറ്റുമോ? ഏത് പാർക്ക്? ശലഭ പാർക്കിൻ്റെ പേര് നോക്കൂ, സുഗതം. ശലഭ പാർക്കിൻ്റെ പേര് സുഗതം എന്നാണ്. ഓക്കെ, എഴുതിയെത്തിയ പറഞ്ഞ പോയിന്റുകളെല്ലാം. സുഗതകുമാരിയുടെ ആദർശവുമായി ആദരസൂചകമായി. യെസ്, ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ അല്ലേ? സിമ്പിൾ. ജനിച്ച സ്ഥലം പത്തനംതിട്ട ആറന്മുള. നിങ്ങൾ ബുക്കൊന്ന് നോക്കിയോ, കറക്റ്റ് തന്നെയാണോ എഴുതിയിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്തോളണം. സുഗതകുമാരിയുടെ ജന്മസ്ഥലം ചോദിച്ചാൽ എവിടെയാണ്? പത്തനംതിട്ട ആറന്മുള. ക്വസ്റ്റ്യൻ ബുക്കൊന്ന് നോക്കിയോളണം, കിട്ടുമല്ലോ. പത്തനംതിട്ട ആറന്മുള. സുഗതകുമാരിയുടെ കേരളത്തിലെ ആദ്യത്തെ സ്മാരകം നിലവിൽ വന്ന സ്ഥലം ചോദിച്ചാൽ നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി കേരളത്തിലുടനീളം വൃക്ഷത്തൈകൾ നട്ട പരിപാടിയുടെ പേര് ചോദിച്ചാൽ സുഗതം ഹരിതം, കിട്ടുമല്ലോ. പിന്നെ പറഞ്ഞു ആദരസൂചകമായി തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലത്തെ ആൽമരത്തിന് നൽകിയ പേര് സുഗതസ്മൃതി. പിന്നെ നമ്മൾ പറഞ്ഞു സുഗതകുമാരിയുടെ വീട്ടുപേരായിട്ടുള്ള ഏത് വാഴുവേലിൽ തറവാട്, അത് കേരള സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിത കേന്ദ്രമാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ക്ലിയർ അല്ലേ? പിന്നെ പറഞ്ഞത് ഒരു സുഗതത്തെ പറ്റി പറഞ്ഞു. കേരള PSCയുടെ ആസ്ഥാന മന്ദിരത്ത് നിലവിൽ വന്ന സുഗതകുമാരിയുടെ ആദരസൂചകമായിട്ടുള്ള QR കോഡ് അധിഷ്ഠിത ശലഭ പാർക്കിൻ്റെ പേര്, അത് സുഗതം എന്നുള്ള പാർക്കാണ്. കിട്ടുമല്ലോ. അപ്പോൾ അടുത്തൊരു പോയിന്റ് കൂടെ ഓർക്കോ, തൊട്ട് താഴെ ഒരു പോയിന്റ് കൂടെ എഴുതി വെച്ചോളണം. സുഗതം, കേരളത്തിലെ ആദ്യത്തെ സുഗതകുമാരിയുടെ പേരിലുള്ള വനിതാ സൗഹൃദ പാർക്കിൻ്റെ പേര്. യെസ്, അതുകൂടെ എഴുതി വെച്ചോ. കേരളത്തിലെ ആദ്യത്തെ സുഗതകുമാരിയോടുള്ള ആദരസൂചകമായിട്ടുള്ള വനിതാ സൗഹൃദ പാർക്കിൻ്റെ പേര്, വനിതാ സൗഹൃദ പാർക്കിൻ്റെ പേര്, വനിതാ സൗഹൃദ പാർക്കിൻ്റെ പേര്, വനിതാ സൗഹൃദ പാർക്കിൻ്റെ പേര്. യെസ്, വനിതാ സൗഹൃദ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലത്തെ സുഗതകുമാരിയുള്ള ആദരസൂചകമായുള്ള വനിതാ സൗഹൃദ പാർക്ക് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പാർക്കിൻ്റെ പേര് ചോദിച്ചാൽ അതും എന്ത് തന്നെയാണ്? അതും നമ്മൾ നേരത്തെ പറഞ്ഞ സുഗതം തന്നെയാണ്. ഓക്കെ, സുഗതം. വനിതാ സൗഹൃദ പാർക്കിൻ്റെ പേര് സുഗതമാണ്. സുഗതം. ഓക്കേനെ. ഫൗസിയ, വിജി എഴുതിയെത്തുന്നുണ്ടോ? ആദരസൂചകമായി കേരള PSCയുടെ ആസ്ഥാന മന്ദിരത്ത് വന്ന പാർക്ക് ശലഭ പാർക്ക് ചോദിച്ചാൽ സുഗതം. രണ്ടാമത് പറഞ്ഞ സുഗതം. കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ പാർക്ക്, അതും സുഗതമാണ്. കിട്ടുമല്ലോ. യെസ്, തൊട്ട് താഴെ അടുത്ത പോയിന്റ്. അടുത്തിടെ മരണപ്പെട്ട
അടുത്തിടെ മരണപ്പെട്ട കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ. അടുത്തിടെ മരണപ്പെട്ട കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ. ഓക്കെ, കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമാകുന്ന അതേ വർഷം തന്നെ അധ്യക്ഷയായിട്ട്, കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം വേണമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. 1996 മാർച്ച് 14 കേട്ടോ. മാർച്ച് 14. യെസ്, മാർച്ച് മാസം 14 തീയതി 1996 മാർച്ച് 14 കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷ എന്ന് വെച്ചാലും ആരാണ്? സുഗതകുമാരിയാണ്. യെസ്, അടുത്തിടെ മരണപ്പെട്ട കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആര്? സുഗതകുമാരി. ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ അവിടെ പഠിക്കണം. ക്ലിയർ തന്നെ? 1996 മാർച്ച് മാസം 14 തീയതി. ഓക്കേനെ? ഫൗസിയ സിറാജ്, യെസ്. ഓക്കെ, ഫൗസിയ, ഐശ്വര്യ AB, ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്, ആ ഒരു ഒറ്റ ലിസ്റ്റായിട്ട് നിങ്ങളങ്ങ് പഠിച്ചെടുത്താൽ മതി. ഓക്കെ, സുഗതകുമാരിയുടെ പോയിന്റുകളെല്ലാം ഒറ്റ ലിസ്റ്റായിട്ട് അങ്ങ് പഠിച്ചെടുത്താൽ മതി, കിട്ടുമല്ലോ. അടുത്ത പോയിന്റ് എഴുതിക്കോ. കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ നമ്മളെ വിട്ടുപോയി, മരിച്ചുപോയി. അത് സുഗതകുമാരിയാണെന്ന് പറഞ്ഞല്ലോ. കേരള വനിതാ കമ്മീഷനെ പോലെ തന്നെ കേന്ദ്രത്തിൽ നമുക്കൊരു വനിതാ കമ്മീഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയും അടുത്തിടെ മരണപ്പെട്ടു പോയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതിയിരുന്നാൽ മതി. അടുത്തിടെ മരണപ്പെട്ട കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ. 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 യെസ്, ഒന്ന് കമൻറ്റ് ചെയ്യാമോ? കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ. കേന്ദ്ര വനിതാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം കേട്ടിട്ടുണ്ടോ? കേന്ദ്ര വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് 1992 ജനുവരി 31. ഓക്കെ, കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ. ഒന്ന് കമൻറ്റ് ചെയ്യാമോ? മരിച്ചുപോയി, അടുത്തിടെ മരണപ്പെട്ടു പോയി. പേരെന്താണ്? കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ, കേരള വനിതാ കമ്മീഷൻ്റെ സുഗതകുമാരിയാണെങ്കിൽ കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ അതാ ഈ പേരൊന്ന് എഴുതി വെച്ചോളണം. ജയന്തി പട്നായിക്. യെസ്, ഫൗസിയ സിറാജ് കറക്റ്റാണ്. ജയന്തി പട്നായിക്കും മരണപ്പെട്ടു പോയി കേട്ടോ. ജയന്തി പട്നായിക്കും മരണപ്പെട്ടു പോയി. യെസ്, ഓക്കെ ആണോ? ജയന്തി പട്നായിക്. യെസ്, തൊട്ട് താഴെ അടുത്ത പോയിന്റ്. കേരള വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. കേരള വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. കേരള വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. യെസ്, ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? കേരള വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, പലതവണ ഫീസ് ചോദിച്ചതുമാണ്. കേരള വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആര്? കേരള വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? യെസ്, എഴുതി വെച്ചോളണം. പി സതീദേവി ബ്രാക്കറ്റിൽ 7ാമത് അധ്യക്ഷ എന്നും കൂടെ എഴുതി വെച്ചോളൂ. ഓക്കെ, 7ാമത് അധ്യക്ഷ പി സതീദേവി. ഓക്കെ, എന്നെ എഴുതിയെടുത്താം. കേരള വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ പി സതീദേവിയാണ്. 7ാമത് അധ്യക്ഷയാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. 7ാമത് അധ്യക്ഷ. യെസ്, ക്ലിയർ തന്നെ? എഴുതിയിരുന്നുണ്ടോ? ഫൗസിയ, ഐശ്വര്യ, ക്ലിയർ തന്നെ? യെസ്, അപ്പോൾ ആദ്യത്തെ അധ്യക്ഷ മരിച്ചുപോയി, അവസാനത്തെ ഇപ്പോൾ നിലവിലുള്ള അധ്യക്ഷയെ പരിചയപ്പെടുത്തി. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. തൊട്ട് എഴുതിക്കോ. കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. അതും കൂടെ എഴുതി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. ലാസ്റ്റ് പോയിന്റ്, കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. യെസ്, കേട്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യും. കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആര്? കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. ഇപ്പോൾ കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ 9ാമത് അധ്യക്ഷയാണ് അധികാരത്തിലിരിക്കുന്നത് കേട്ടോ. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആര്? കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആര്? കേട്ടിട്ടുണ്ടോ? യെസ്, ലാസ്റ്റ് പോയിന്റ് നോക്കിയോ. കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. യെസ്, എഴുതി വെച്ചോളണം. രേഖാ ശർമ്മ. ബ്രാക്കറ്റിൽ 9ാമത് അധ്യക്ഷ. യെസ്, ഓക്കെ തന്നെ. അപ്പോൾ ഇത്ര പോയിന്റുകൾ നീ കേട്ട് നമുക്ക് സുഗതകുമാരി മാത്രം ഒന്ന് ഓടിച്ച് പറയാം. ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് പറയട്ടോ. സുഗതകുമാരി മാത്രം പറയട്ടോ, മറ്റേ നിങ്ങൾ വീട്ടിൽ കൊണ്ട് വായിച്ചാൽ മതി. ഓക്കെ, ബാക്കി നിങ്ങൾ വീട്ടിലിരുന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതി.
ക്ലിയർ തന്നെ പറയട്ടെ. അപ്പോൾ സുഗതകുമാരി എന്ന് പറഞ്ഞു. സുഗതകുമാരി എന്ന് പറഞ്ഞാൽ അടുത്തിടെ മരണപ്പെട്ടു പോയ പരിസ്ഥിതി പ്രവർത്തകയും കവയത്രിയുമായ വ്യക്തിയാണ്. യെസ്, കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? സുഗതകുമാരിയുടെ ജന്മസ്ഥലം പത്തനംതിട്ടയിലെ ആറന്മുള. ബുക്കൊന്ന് നോക്കിയോളെ ക്ലിയർ ആയിട്ട്. പത്തനംതിട്ടയിലെ ആറന്മുളയിലാണ് ജനിച്ചത്. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ സുഗതകുമാരിയുടെ സ്മാരകം നിലവിൽ വന്ന സ്ഥലം ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര. ക്ലിയർ അല്ലേ? സുഗതകുമാരിയുടെ വീട്ടുപേര് ഏതാണ്? വാഴുവേലിൽ തറവാടാണ്. അതാണ് കേരള സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിത കേന്ദ്രമാക്കാൻ പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. പിന്നെ പറഞ്ഞു ഈ സുഗതകുമാരിയുടെ ആദരസൂചകമായി കേരളത്തിലുടനീളം വൃക്ഷത്തൈകൾ നട്ട പരിപാടിയുടെ പേര് സുഗതം ഹരിതം. രണ്ടാമത്തെ പോയിന്റ്, ആദരസൂചകമായി തൃശ്ശൂർ, കണ്ണൂർ ജില്ലകളിൽ 100 ഇനത്തിൽപ്പെട്ട മാവുകൾ നട്ട പരിപാടിയുടെ പേര് നാട്ടുമാന്തോപ്പുകൾ. ആ പോയിന്റുകളെല്ലാം അവിടെ കിട്ടും. പിന്നെ പറഞ്ഞു ആദരസൂചകമായി കേരള PSCയുടെ ആസ്ഥാന മന്ദിരത്തിൽ നിലവിൽ വന്ന QR കോഡ് അധിഷ്ഠിത ശലഭ പാർക്കിൻ്റെ പേര് ചോദിച്ചാൽ സുഗതമാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത പോയിന്റ്, കേരളത്തിലെ സുഗതമായിട്ടുള്ള ആദരസൂചകമായി നിലവിൽ വന്ന വനിതാ സൗഹൃദ പാർക്കിൻ്റെ പേരും സുഗതം തന്നെയാണ്. അത് തിരുവനന്തപുരം ജില്ലയിലാണ് വന്നത്. പിന്നെ പറഞ്ഞു ആദരസൂചകമായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലത്ത് നിലവിൽ വന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ആൽമരത്തിന് നൽകിയ പേര് സുഗത സ്മൃതി എന്നാണെന്ന് പറഞ്ഞു. പിന്നെ കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷയാണ് സുഗതകുമാരി, മരിച്ചുപോയി. കേരള വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ P സതീദേവിയാണ്. 7ാമത്തെ അധ്യക്ഷയാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. അവസാനമായിട്ട് പറഞ്ഞു കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ മരിച്ചുപോയി. അത് ജയന്തി പട്നായിക്ക്. കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് രേഖാ ശർമ്മയാണ്. 9ാമത് അധ്യക്ഷയാണ് നിലവിലുമുള്ളത് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? പറഞ്ഞ പോയിന്റുകൾ എല്ലാം കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? എഴുതിയിട്ടുള്ളതെല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.